കോർഡിനേഷൻ തിയറി എന്ന് പറയുന്നത്. ഇത് കോംപ്ലക്സ് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫോർമേഷനും വെർണർ പുട്ട് ഫോർവേഡ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് തിയറിയാണ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വെർണേഴ്സിനെ ഫാദർ ഓഫ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ്സ് നോക്കാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ്, ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് മെറ്റൽ ആറ്റം എക്സിബിറ്റ് 2 ടൈപ്പ് ഓഫ് വാലൻസി. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മെറ്റൽ ആറ്റത്തിന് 2 ടൈപ്പ് വാലൻസി ഉണ്ട് എന്നാണ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി പറയുന്നത്. ഒന്ന് പ്രൈമറി വാലൻസി, പിന്നെയുള്ളത് സെക്കൻഡറി വാലൻസി. അതിൽ പ്രൈമറി വാലൻസി കറസ്പോണ്ട് ചെയ്യുന്നത് ആ ആറ്റത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. പക്ഷെ സെക്കൻഡറി വാലൻസി കറസ്പോണ്ട് ചെയ്യുന്നത് ആ മെറ്റലിന്റെ അല്ലെങ്കിൽ ആ കോംപ്ലക്സിന്റെ കോർഡിനേഷൻ നമ്പർ ആണ്. അതുപോലെ തന്നെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഡിസ് അയോണൈസബിൾ, അതുപോലെ തന്നെ നോൺ ഡയറക്ഷൻ ആണ്. വേറെ സെക്കൻഡറി വാലൻസി ആണെങ്കിൽ അത് നോൺ അയോണൈസബിൾ ആണ്, അതുപോലെ തന്നെ ഡയറക്ഷണലും ആണ്. പ്രൈമറി വാലൻസി വിച്ച് ഇസ് കറസ്പോണ്ട് ടു ഓക്സിജൻ സ്റ്റേറ്റ് ആൻഡ് സെക്കൻഡറി വാലൻസി ഇസ് കറസ്പോണ്ട്സ് ടു കോർഡിനേഷൻ നമ്പർ. നെക്സ്റ്റ്, എവരി മെറ്റൽ ആറ്റം ഹാസ് എ ഫിക്സഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി. ഏതൊരു മെറ്റൽ ആറ്റത്തിന് എടുത്തു നോക്കിയാലും അതിന് എന്തുണ്ട്, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി ഉണ്ട്. അതായത് ഒരു ഫിക്സഡ് കോർഡിനേഷൻ നമ്പർ ഉണ്ട്. നമുക്കറിയാം ഏതൊരു കോംപ്ലക്സിന് എന്തുണ്ടാവും, ഫിക്സഡ് കോർഡിനേഷൻ നമ്പർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ മെറ്റൽ ആറ്റത്തിനും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മെറ്റൽ ആറ്റം ഈസ് ടെൻഡ് ടു സാറ്റിസ്ഫൈ ബോത്ത് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി വാലൻസി. അതായത് ഒരു കോമ്പൗണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് എപ്പോഴും പ്രൈമറി വാലൻസിയും അതുപോലെ തന്നെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പ്രൈമറി വാലൻസി എങ്ങനെ സാറ്റിസ്ഫൈ എന്ന് വെച്ചാൽ നെഗറ്റീവ് അയോൺസ് വെച്ചാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒന്നിക്കൽ നെഗറ്റീവ് അയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് ആയിരിക്കും. അപ്പം ചില കേസസിൽ നെഗറ്റീവ് അയോൺസ് ആണ് 2 ടൈപ്പ് വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ്. നാലാമത്തെ പോസ്റ്റുലേറ്റ്, സെക്കൻഡറി വാലൻസി ആർ ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ് ഫിക്സഡ് പൊസിഷൻ ഇൻ സ്പേസ് ആൻഡ് ലീഡ്സ് ടു ഡെഫിനിറ്റ് ജോമെട്രി. ഈ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എപ്പോഴും എന്ത് ചെയ്യും, ആ ഒരു കോമ്പൗണ്ടിന്റെ ജോമെട്രി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് സ്പേസിൽ ഒരു ഫിക്സഡ് പൊസിഷനിൽ ഡയറക്റ്റ് ചെയ്തിട്ട് ആ ഒരു കോമ്പൗണ്ടിന്റെ ജോമെട്രി എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെറ്റൽ അയോണിന് 6 സെക്കൻഡറി വാലൻസി നമുക്കറിയാം. 6 ആണെങ്കിൽ എന്തായിരിക്കും, അവർ ഒരു സെൻട്രൽ മെറ്റൽ അയോണിന്റെ റൗണ്ടിൽ ഒക്ടാഹെഡ്രലി അറേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഇനി അഥവാ അതിന് 4 ആണെങ്കിൽ അത് ടെട്രാഹെഡ്ര ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ പ്ലെയർ കോംപ്ലക്സ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് കോംപ്ലക്സിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഈ തിയറിയിൽ 4 പോസ്റ്റുലേറ്റ്സ് ആണ്. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് 2 ടൈപ്പ് വാലൻസി ഉണ്ട്, പ്രൈമറി വാലൻസിയും അതുപോലെ തന്നെ സെക്കൻഡറി വാലൻസിയും. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അതുപോലെ തന്നെ അത് അയോണൈസബിൾ ആണ്, നോൺ ഡയറക്ഷണൽ ആണ്. പിന്നെ സെക്കൻഡറി വാലൻസി ആണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് കോർഡിനേഷൻ നമ്പർ ആണ്, അത് നോൺ അയോണൈസബിൾ ആണ്, അതുപോലെ തന്നെ ഡയറക്ഷണൽ ആണ്. അല്ല, ഏത് മെറ്റൽ ആറ്റവും അവർക്ക് ഫിക്സഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി ഉണ്ടാവും, അതായത് ഫിക്സഡ് നമ്പർ ഓഫ് കോർഡിനേഷൻ നമ്പർ ഉണ്ടാവും. പിന്നെ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും, അതിന്റെ പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് നോക്കാൻ. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യും, സെക്കൻഡറി വാലൻസി ആണെങ്കിൽ നെഗറ്റീവ് അയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ. സെക്കൻഡറി വാലൻസി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ സെക്കൻഡറി വാലൻസി ഉപയോഗിച്ച് നമുക്ക് ആ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ജോമെട്രി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് എ കോംപ്ലക്സ് എന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് സെക്കൻഡറി വാലൻസി ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് കോമ്പൗണ്ട് COCl3 6NH3. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ കോർഡിനേഷൻ കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് നമുക്കറിയാം, 6 ആണ് കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ. അപ്പം ഇതിന് സെക്കൻഡറി വാലൻസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഈ സെക്കൻഡറി വാലൻസ് നമ്മൾ ഒരു സോളിഡ് ലൈൻ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ മനസ്സിലാൻ വേണ്ടി ഒരു ക്ലോറൈഡ് അയോണിന്റെ പ്രൈമറി വാലൻസി, കൊബാൾട്ടിന്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അത് നമ്മൾ ബ്രോക്കൺ ലൈൻ വെച്ചാണ് ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ പ്രൈമറി വാലൻസ് നമുക്കറിയാം എന്താണ്, നോൺ ഡയറക്ഷണൽ ആണ്. അതുപോലെ തന്നെ ദിസ് ക്ലോറൈഡ് അയോൺസ് ആർ ഇൻസ്റ്റന്റ്ലി പ്രെസിപിറ്റേറ്റഡ് ഇൻ അഡീഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു കോംപ്ലക്സിൽ ക്ലോറൈഡ് അയോൺ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, അവിടെ സിൽവർ ക്ലോറൈഡ് AgCl പ്രെസിപിറ്റേറ്റ് ചെയ്യും. അതായത് ഈ ഒരു കോംപ്ലക്സിലേക്ക് AgNO3 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലോറൈഡ് അയോൺ ഉള്ളത് കൊണ്ട് AgCl എന്ത് ചെയ്യും, പ്രെസിപിറ്റേറ്റ് ചെയ്യും. ഇനി
അപ്പൊ ഈ ഒരു കേസിൽ എത്ര അയോൺസ് ഉണ്ടാവും? ടോട്ടൽ നമ്പർ ഓഫ് 4 അയോൺസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഒന്ന് ഈ കോംപ്ലക്സ് അയോൺ ആയിരിക്കും, പിന്നെ 3 ക്ലോറൈഡ് അയോൺ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 3 AgNO3 ആഡ് ചെയ്താൽ എന്ത് 3 AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. 3 AgClഉം അതുകൂടാതെ ഈ ഒരു കോംപ്ലക്സ് അയോണിന്റെ പ്രസിപ്പിറ്റേറ്റ്, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് 4 അയോൺസ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. പിന്നെ the central ion and neutral molecules or ions satisfy the secondary valency. അപ്പൊ ഇവിടെ സെൻട്രൽ അയോൺ ന്യൂട്രൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ആണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് ഇടുന്നത്. പിന്നെ കോംപ്ലക്സ് മെൽക്ക് ഫോർമുലേറ്റ് ആസ് CONH36Cl3. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഫോർമുല കിട്ടുന്നത്. ഇത് നമുക്ക് ഫിഗർ 1 നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഫിഗർ 1 ഇവിടെ എഴുതിയത് 6 NH3 വരച്ചിട്ടുണ്ട്. 1 2 3 4 5 6 NH3 വരച്ചു. അതാണ് അതിന്റെ എന്ത് സെക്കൻഡറി വാലൻസി. ഇനി പ്രൈമറി വാലൻസി നമ്മൾ 3 ക്ലോറിൻ വെച്ച് ഡെസിഗ്നേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 3 AgNO3 ചോദിച്ചാൽ ഇവിടെ 3 AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് Cl മൈനസ് അയോൺ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഈക്വൽ ടു 3. ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് ഈസ് ഈക്വൽ ടു 4. 3 പ്രസിപ്പിറ്റേറ്റഡ് അയോൺസും അതുകൂടാതെ ഈ ഒരു കോംപ്ലക്സിന്റെ പ്രസിപ്പിറ്റേഷനും കൂടി 4 അയോൺസ് ഉണ്ടാവുന്ന പറയുന്നത്. നെക്സ്റ്റ് COCl3 5NH3 കോംപ്ലക്സ്. COCl3 5NH3 കോംപ്ലക്സ് ഈ കോമ്പൗണ്ടിൽ നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആയിട്ട് റിമൈൻ ചെയ്യുന്നത്. കാരണം കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അതൊരു ഫിക്സഡ് നമ്പർ ആണ്, മാറുന്നില്ല. അങ്ങനെ 5 പൊസിഷനിൽ NH3 മോളിക്യൂൾസ് വരും. അപ്പൊ അവിടെ 6 പൊസിഷൻ ഉണ്ടല്ലോ. ആ 6th പൊസിഷൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുക? ഇവിടെ 5 NH3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് വാക്കന്റ് ആകുമ്പോൾ അത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെച്ചാൽ ഇവിടെയുള്ള പ്രൈമറി വാലൻസിയിലെ ക്ലോറിൻ അയോൺ വെച്ച് തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഈ ക്ലോറൈഡ് അയോണിന് ഡുവൽ ബിഹേവിയർ ഉണ്ടാവും. സെക്കൻഡറി വാലൻസിയും പ്രൈമറി വാലൻസിയും രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഡുവൽ ബിഹേവിയർ കാണിക്കും. ഇതാണ് ഇവിടെ ഫിഗർ 2 ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇവിടെ 5 NH3 ഉണ്ട്. അതുകൂടാതെ ഇവിടെ 6ാമത്തെ കോർഡിനേഷൻ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലോറൈഡ് അയോൺ തന്നെ എന്ത് ചെയ്യും? പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസിയും ബോത്ത് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ 2 തരത്തിലുള്ള ബോൺസ് കാണിച്ചിട്ടുണ്ട്. ബ്രോക്കൺ ലൈൻസും അതുപോലെ തന്നെ ആ ഹാർഡ് ലൈൻസ് രണ്ടും കാണിച്ചത് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നു? ഈ 2 വാലൻസിയും ഉണ്ടെന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇനി ഇതിൽ നമ്മൾക്ക് AgNO3 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? ഇവിടെ 2 AgCl മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യൂ. എന്തുകൊണ്ടാ? ഒരു ക്ലോറൈഡ് അയോൺ ഇവിടെ പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ബാക്കി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഈ 2 Cl ഇല്ലേ, ഈ 2 Cl മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യൂ. ഇത് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് COCl3 4NH3 കോംപ്ലക്സ്. ഈ ഒരു കോംപ്ലക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ദിസ് കോമ്പൗണ്ട് 2 ക്ലോറൈഡ് അയോൺസ് എക്സിബിറ്റ് ഡുവൽ ബിഹേവിയർ. നേരത്തെ ഒരു ക്ലോറൈഡ് അയോൺ ആണ്, ഇവിടെ 4 NH3 ഉള്ളത്. അപ്പോൾ നമുക്കറിയാം കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അത് ഫിക്സഡ് ആണ്. അപ്പൊ 4 NH3 വന്നു, ബാക്കി 2 പ്ലേസ് വാക്കന്റാ. അത് ആര് സാറ്റിസ്ഫൈ ചെയ്യും? 2 ക്ലോറൈഡ് അയോൺ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ 2 ക്ലോറൈഡിന് എന്തുണ്ട്? ഡുവൽ ബിഹേവിയർ ഉണ്ട്. അവർക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിലേക്ക് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു Cl മൈനസ് മാത്രമേ പ്രസിപ്പിറ്റേറ്റ് ചെയ്യൂ. കാരണം ഇവിടെ 3 Cl നിന്ന് 2 ആൾക്കാർ എന്ത് ചെയ്തു? ഡുവൽ ബിഹേവിയർ കാണിച്ചു. ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ ഫിഗറിൽ കൊടുത്തത്. ഈ ഫിഗറിൽ ഇതാ 2 Cl പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ഇത് നോൺ അയോണൈസബിൾ ആണ്. എന്നാൽ ഇവിടെയുള്ള ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന Cl എന്ത് ചെയ്യും? AgNO3 ഒഴിച്ചാൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് COCl3 3NH3 കോംപ്ലക്സ്. ഈ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3 NH3 മാത്രമേ ഉള്ളൂ. നമുക്കറിയാം കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 3 NH3 വന്നു. ഇനി 3 Cl എന്ത് സംഭവിക്കും? ബിഹേവിയർ കാണിക്കും. പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമോ? ഇല്ല. നമ്മൾ AgNO3 ഒഴിച്ചാൽ ഒന്നും പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. കാരണം ഇവിടെ 3 ആൾക്കാരും ഡുവൽ ബിഹേവിയർ കാണിച്ചു. 3 ക്ലോറൈഡ് അയോൺസും പ്രൈമറി ആൻഡ് സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ്, അപ്പൊ ഇതാണ് നമ്മുടെ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. ഒന്നുമില്ല, 5 പോസ്റ്റ്ലേറ്റ്സും പിന്നെ എക്സാമ്പിൾസും നോക്കാം. നെക്സ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് H. Bath and V. Blake 1935 ഡെവലപ്പ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. ആൻഡ് ഈ ഒരു തിയറിക്കാണ് ഈ കോർഡിനേഷൻ കോംപ്ലക്സസിന്റെ ബോണ്ടിങ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറ്റിയത്. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താ പറയുന്നത് വെച്ചാൽ, അക്കോർഡിംഗ് ടു ക്രിസ്റ്റൽ ഫീൽഡ് തിയറി
Bonding between a central metal ion and its ligand arises from purely electrostatic interaction. ഇവിടെ പറയുന്നത് ഇവിടെ കൊബാൾട്ട് എന്ന് പറയുന്ന സെൻട്രൽ മെറ്റൽ അയോൺ ഉണ്ടാവും, അതുപോലെ അമോണിയ എന്ന് പറയുന്ന ലിഗാൻഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ലിഗാൻഡും സെൻട്രൽ മെറ്റൽ അയോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ് എന്നാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ്. If the ligand is an anion, the attraction towards the cation is as that between any opposite charged particles. ഇപ്പൊ നമ്മുടെ ലിഗാൻഡ് എന്ന് പറയുന്നത് ആനിയോൺ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് കാറ്റോൺ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ചാർജ് പാർട്ടിക്കിൾസിലേക്ക് ഒരു അട്രാക്ഷൻ നടക്കും. ഇനി ലിഗാൻഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ മോളിക്യൂൾസ് സജസ് അമോണിയ വാട്ടർ പോലത്തെ ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ അട്രാക്ഷൻ നടക്കും. കാരണം അവിടെ ആ ഡൈപോളിന്റെ നെഗറ്റീവ് എൻഡ് ഉണ്ട്. ആ നെഗറ്റീവ് എൻഡ് എന്ന് പറയുന്നത് സെൻട്രൽ പോസിറ്റീവ് അയോണിനെ അട്രാക്ട് ചെയ്യും. അതായത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയില് സെൻട്രൽ മെറ്റൽ അയോണും അതുപോലെ ലിഗാനും തമ്മിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എന്നാ പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ലിഗാൻഡ് ആനോൺ ആണെങ്കിൽ സെൻട്രൽ മെറ്റൽ അയോൺ പോസിറ്റീവ് ആയിരിക്കും, കൊബാൾട്ട് ഒക്കെ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും, ഓപ്പോസിറ്റ് ചാർജ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നടക്കും. എന്നാൽ നമ്മുടെ ലിഗാൻഡ് എന്ന് പറയുന്നത് അമോണിയ വാട്ടർ പോലത്തെ ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ മോളിക്യൂൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഡൈപോൾ ഉണ്ടല്ലോ, ആ ഡൈപോളിന്റെ നെഗറ്റീവ് എൻഡ് എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ പോസിറ്റീവ് അയോണിലേക്ക് അട്രാക്ട് ചെയ്യും. Knowing the arrangement of ligand around the central metal ion, assuming the bond between the metal ion and the ligands to purely electrostatic. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ ലിഗാൻസ് തമ്മിലുള്ള ബോണ്ട് പ്യൂർലി ഇലക്ട്രോസ്റ്റാറ്റിക് ആണെന്ന് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ കൺസിഡർ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻഡ് ആസ് എ പോയിന്റ് ചാർജ്. അതുപോലെ ഇവിടെ മെറ്റൽ അയോണിനെയും ലിഗാൻഡിനെയും ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മെറ്റൽ അയോണിന്റെ ചാർജ് Q1 ലിഗാൻഡിന്റെ ചാർജ് Q2 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവർ രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റൻസ് R എന്ന ഡിസ്റ്റൻസ് വഴിയാണെങ്കിൽ അപ്പൊ ഈ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എനർജീസ് ഓഫ് വേരിയസ് കോംപ്ലക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൂളംസ് ലോ ഫിസിക്സിൽ കൂളംസ് ലോ വെച്ചിട്ട് അതിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ബോണ്ട് എനർജി B ഈസ് ഈക്വൽ ടു -Q1 Q2 by R. അതായത് നമ്മൾ ലിഗാൻഡിനെയും മെറ്റലിനെയും ഒരു ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ Q1 Q2 എന്ന് പറയുന്ന ചാർജ് കൊടുക്കുക. അപ്പൊ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ കൂളംസ് ലോ വെച്ച് എന്ത് സംഭവിക്കും, -Q1 Q2 by R. അപ്പോൾ ഈ വാല്യൂ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നതായിരിക്കും വിച്ച് ഇസ് ക്ലോസ് അഗ്രിമെന്റ് ദോസ് ഒബ്റ്റൈൻ എക്സ്പെരിമെന്റ് ഇൻ ദ കേസ് ഓഫ് നോൺ ട്രാൻസിസ്റ്റർ മെറ്റൽ കോംപ്ലക്സ്. നമ്മൾ നോൺ ട്രാൻസിസ്റ്റർ മെറ്റൽ കോംപ്ലക്സസിന്റെ എക്സ്പെരിമെന്റ് ഡിറ്റർമൈൻ ചെയ്ത വാല്യൂടെ ഏകദേശം ക്ലോസ് തന്നെയാണ് ഇവിടെ കിട്ടിയ വാല്യൂസ് എന്നാണ് പറയുന്നത്. ആൻഡ് പക്ഷെ ട്രാൻസിസ്റ്റർ മെറ്റൽ കോംപ്ലക്സസിന്റെ കേസ് നോക്കുമ്പോൾ ഭയങ്കര ലോ ആയിട്ടാണ് കാണുന്നത്. ഈ എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ മെറ്റൽ കോംപ്ലക്സിന്റെ കേസിൽ ഭയങ്കര ലോ ആയിട്ട് കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രാൻസിസ്റ്റർ മെറ്റൽ കോംപ്ലക്സിന്റെ കേസിൽ ഇത്ര മാറാൻ കാരണം? അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി കാരണമാണ്. ലൈസ് ഇൻ ദ മാനർ ഓഫ് ദ ഓറിയന്റേഷൻ ഓഫ് ഡി ഓർബിറ്റൽ ഇൻ സ്പേസ്. അപ്പൊ ട്രാൻസിസ്റ്റർ മെറ്റലിന്റെ കേസിൽ മാറാൻ കാരണം വെച്ചാൽ നമുക്കറിയാം ട്രാൻസിസ്റ്റർ മെറ്റൽ എന്തുണ്ട്, ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഈ ഡി ഓർബിറ്റൽസിന്റെ സ്പേസിലെ ഓറിയന്റേഷൻ ഡിഫറെന്റ് ഉണ്ട്. അത് കാരണം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കാരണമാണ് ട്രാൻസിസ്റ്റർ എലമെന്റ് കേസിൽ ഈ ഒരു കൂളംസ് ലോന്റെ എക്സ്പെരിമെന്റ് കിട്ടുന്ന വാല്യൂയും തമ്മിൽ വളരെ ഡിഫറൻസ് കാണുന്നത്. നോൺ ട്രാൻസിസ്റ്റർ എലമെന്റ് കേസിൽ എന്തുണ്ട്, ഡി ഓർബിറ്റൽസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവര് എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. പക്ഷെ നമ്മൾ ട്രാൻസിസ്റ്റർ മെറ്റൽ കോംപ്ലക്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെരിമെന്റലി ലോ ആയിട്ടാണ് കാണുന്നത്. എക്സ്പെരിമെന്റ് ഒബ്സർവ്ഡ് വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ തമ്മിൽ ഭയങ്കര ലോ ആയിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാരണമാണ്. ഇനി നമുക്ക് ഓറിയന്റേഷൻ ഓഫ് ഡി ഓർബിറ്റൽസ് ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ് നോക്കാം. അപ്പം ഡി ഓർബിറ്റൽസ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2 ഗ്രൂപ്പ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദർ ഓറിയന്റേഷൻ ഇൻ സ്പേസ്. നമുക്കറിയാം ഡി ഓർബിറ്റൽസ് നമുക്ക് അതിന്റെ ഓറിയന്റേഷൻ കാരണം, സ്പേസിൽ ഓറിയന്റേഷൻ കാരണം നമുക്ക് അവരെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ വൺ ഓഫ് ദ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 3 ഓർബിറ്റൽസ് വിച്ച് ആർ ഓറിയന്റഡ് ഇൻ ദ റീജിയൻസ് ഇൻ ബിറ്റ്വീൻ ദ കോർഡിനേഷൻ ആക്സിസ്. അപ്പോൾ ഒരു XYZ എന്ന് പറയുന്ന ആക്സിസ് എടുക്കുകയാണെങ്കിൽ ആ XYZ ആക്സിസിന്റെ ഇൻ ബിറ്റ്വീനിലാണ് ലോബ്സ് വന്നെങ്കിൽ, ഡി ഓർബിറ്റൽ ലോബ്സ് ഇൻ ബിറ്റ്വീനിലെ വന്നെങ്കിൽ അതെന്തായിരിക്കും, അങ്ങനത്തെ 3 എണ്ണം ഉള്ളത്. അതുപോലെ തന്നെ അതർ ഗ്രൂപ്പ് ഉണ്ട് വിച്ച് കമ്പൈസ് ഓഫ് 2 ഓർബിറ്റൽസ് വിച്ച് ആർ ഓറിയന്റഡ് അലോങ് ദ ആക്സിസ്. അലോങ് ദ ആക്സിസ് വരുന്ന 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻ ദ കേസ് ഓഫ് ഫ്രീ മെറ്റൽ അയോൺ 5 ഡി ഓർബിറ്റൽസ് ഹാവ് സെയിം എനർജി. നമ്മളൊരു ഫ്രീ മെറ്റൽ അയോൺ എടുത്താല് അവർ എല്ലാ 5 ഡി ഓർബിറ്റൽസും സെയിം എനർജി ആയിരിക്കും. അതായത് അവർ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയിരിക്കും. അതായത് അവരുടെ എല്ലാ എനർജി എന്ന് ലൈക്ക് അവരെല്ലാ എനർജിയും സെയിം ആണ്. പക്ഷെ consider hypothetical case in which the set of 5 d orbitals of the metal ion is spherically surrounded by a uniformly spread negative charge, such as one created by the presence of negative ligands around the central metal ion.
സെൻട്രൽ മെറ്റലിന്റെ ചുറ്റും നെഗറ്റീവ് ലിഗാൻസ് വരുന്ന കേസ് നോക്കാം. അതാണ് നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ കേസ്. അപ്പൊ അവിടെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഉണ്ടാവും. കാരണം നെഗറ്റീവ് ചാർജ് റിപ്പൽഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകുന്ന കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? റിപ്പൽഷൻ ഉണ്ടായത് കൊണ്ട് അവരെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത. യൂണിഫോം ഇൻക്രീസ് ഇൻ എനർജി ഓഫ് d orbitals. In other words, although d orbitals acquires higher energy, they would remain degenerate. അത് degenerate ആവാൻ വേണ്ടി അവർക്ക് എന്ത് വേണം? ഹൈ എനർജി വേണം. Now consider that negative charge surrounding d orbitals of the metal ion gets concentrated in a number of point charges, such as negative ligands in a certain specific position. അതായത് നമ്മൾ എന്ത് ചെയ്യുക? മെറ്റൽ അയോണിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറെ പോയിന്റ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നെഗറ്റീവ് ലിഗാൻസ് എന്തുണ്ട്? കുറെ പോയിന്റ് ചാർജ് ആയിട്ട് സ്പെസിഫിക് പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വിചാരിക്കാം. അപ്പൊ ദ എനർജി ഓഫ് ദ ഓർബിറ്റൽസ് ലൈങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ പോയിന്റ് ചാർജ് വുഡ് ബി റൈസഡ്. ഇനി ഏത് ലിഗാൻഡ് ആണോ അതേ പോയിന്റ് അതേ ഡയറക്ഷനിൽ നിൽക്കുന്നത് അവരുടെ എനർജി എന്ന് പറയുന്നത് ഭയങ്കര റൈസ് ആയിട്ട് പോകും. Then that of the orbitals lying in between the point charges. അപ്പൊ ബിറ്റ്വീൻ ദ പോയിന്റ് ചാർജസിനേക്കാളും കൂടുതൽ ആരാണോ ആക്സിസിൽ നിൽക്കുന്നത് അവരുടെ എനർജി ആയിരിക്കും വളരെ കൂടുതൽ. കാരണം എന്താണ്? അവർ റിപ്പൽഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് ഇവിടെ ഇങ്ങനെ ആക്സിസ് ഉണ്ടാവില്ലേ? ഈ ആക്സിസിൽ നിൽക്കുന്ന ലിഗാൻഡിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാകുക. അതുകൊണ്ട് അവരുടെ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. Then that of the ഇവിടെ ബിറ്റ്വീൻ ദ ആക്സിസ് ഇല്ലേ? ബിറ്റ്വീൻ ദ ആക്സിൽ നിൽക്കുന്ന ലിഗാൻഡിനേക്കാളും. ഇനി and this means that some of the d orbitals would get associated with the high energy than that of d orbitals. അതായത് ഈ 5 d orbitals ഉണ്ട് നമുക്കറിയാം. ഏതല്ല? dxz, dyz, പിന്നെ dz² dx² -y². ഇങ്ങനെ 5 ഓർബിറ്റൽസ് ഉണ്ട്. ഈ 5 ഓർബിറ്റൽസിനും ഒരേ എനർജി അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ the splitting of the 5 degenerate d orbitals of the metal ion into sets orbitals having different energy, it is called crystal field splitting. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്താന്ന് വെച്ചാൽ ഈ 5 ഓർബിറ്റൽസ് ഡിജറ്റ് ഓർബിറ്റൽസിന് എന്ത് സംഭവിക്കും? മെറ്റൽ അയോണിന്റെ കേസിൽ ഇവിടെ ഓർബിറ്റൽസിനെ ഡിഫറെന്റ് എനർജീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറീസിൽ നമ്മൾ ഇവരെ ലിഗാൻസ് പോയിന്റ് ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് ലിഗാൻസ് ആൻഡ് ദർ അറേഞ്ച്മെന്റ് അറൌണ്ട് സെൻട്രൽ മെറ്റൽ അയോൺ വിൽ നാച്ചുറലി എഫക്ട് ദി റെഡ് ചാർജ് എനർജീസ് ഓഫ് d orbitals. അപ്പൊ ഈ സ്പ്ലിറ്റിംഗ് എന്തുകൊണ്ട് നടക്കുന്ന വെച്ചാല് എത്ര നമ്പർ ഓഫ് ലിഗാൻസ് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഈ ലിഗാൻസിന്റെ സെൻട്രൽ മെറ്റൽ അയോണിന്റെ ചുറ്റും ഈ ലിഗാൻസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഇതെല്ലാം ഈ d orbitals എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള കാരണം. ഇൻ അതർ വേർഡ്സ്, ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് വിൽ ബി ഡിഫറെന്റ് ഇൻ കോംപ്ലക്സസ് ഇൻ ഡിഫറെന്റ് ജോമെട്രീസ്. അപ്പൊ ഓരോ ജോമെട്രിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ആയിരിക്കും ഉണ്ടാകുക. അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ അതേ സ്പ്ലിറ്റിംഗ് അല്ല ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന് ഉണ്ടാകുക. അതുപോലെയല്ല സ്ക്വയർ പ്ലാനർ ഉണ്ടാകുക. ടെട്രകൾ ആകുമ്പോൾ വേറെ വേറെ സ്പ്ലിറ്റിംഗ് ആയിരിക്കും. അപ്പം we would illustrate consider complex with coordination number 6 and 4 is most common. and നമുക്ക് 6 coordination number എത്രയാ, 4 coordination number ഉള്ള അവരുടെ സ്പ്ലിറ്റിംഗ് എത്രയാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നുമില്ല, എന്താ പറയാ, ഇൻ ബിറ്റ്വീൻ ആക്സിസിലാകുമ്പോൾ അവിടെ എന്ന് പറയുന്നത് റിപ്പൽഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, അതുപോലെ തന്നെ എനർജി കുറവായിരിക്കും. ഇൻ ദ ആക്സിസിൽ വരുമ്പോൾ ആയിരിക്കും അത് റിപ്പൽഷൻ കൂടും, എനർജി കൂടും. അത് കൺസിഡർ ചെയ്തിട്ടാണ് ഈ d orbitals സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ d orbitals ഒരേ എനർജി അല്ല, കാരണം അതിന്റെ സ്പേസിൽ ഓറിയന്റേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ട്. കാരണം നമുക്കറിയാം dx² -y² dz² എന്ന് പറയുമ്പോൾ അവരെങ്ങനെ വരിക? അവര് ഇൻ ആക്സിസിലാണ് വരിക. എന്നാൽ dx dyz പോലത്തെ ഓർബിറ്റൽസ് അവർ ഇൻ ബിറ്റ്വീൻ ദ ആക്സ് ആയിരിക്കും. അപ്പൊ ഈ ഡിഫറൻസ് കാരണം, ഈ d orbitaliലെ ഷേപ്പിലെ ഡിഫറൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? എനർജിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നോക്കാം. ഇനി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നമുക്കറിയാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് 6 ഉള്ളതാണ്. അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പൊ the metal ion is the center and the ligand occupies 6 corners of octahedron. ഇവിടെ എങ്ങനെ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാല് മെറ്റൽ അയോൺ സെന്ററിൽ ഉണ്ടാവും, ബാക്കി 6 ലിഗാൻസും ഒരു ഒക്ടാഹെഡ്രോൺ, അതായത് 6 ഫിഗറാണ് ഒക്ടാഹെഡ്രോൺ എന്ന് പറയുന്നത്. ആ ഒക്ടാഹെഡ്രോണിന്റെ 6 കോർണേഴ്സിലാണ് 6 ലിഗാൻസ് ഉണ്ടാവുക. അതാണ് ഈ ഫിഗർ കൊടുത്തത്. ഫിഗർ നോക്കി മനസ്സിലാവും. സെന്ററിൽ നമ്മൾ Mn+ എന്ന് പറഞ്ഞ അയോൺ ഉണ്ട്, അതിന് ചുറ്റും ഒക്ടാഹെഡ്രോണിന്റെ ചുറ്റുമായിട്ട് 6 ലിഗാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. The 3 axes x, y and z pointing along the corners of the octahedron.
ഇനി ഈ 3 XYZ ആക്സിസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഒക്ടാഹെഡ്രോണിന്റെ കോർണേഴ്സിൽ പോയിന്റിങ് ചെയ്യുന്നുണ്ട്. Let us suppose that the metal ion Mn plus has a single electron configuration. നമ്മൾ എന്ത് Mn plus D1 എന്ന് പറഞ്ഞ ഒരു കോൺഫിഗറേഷൻ മാത്രമേ ഉണ്ടോ എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ഫ്രീ അയോൺ, then there is no ligands, the electron can occupy any one of the d orbitals. അപ്പൊ D1 എന്ന് പറയുന്നത് ഒരു ഫ്രീ അയോൺ ആണ്. അവിടെ ലിഗാൻസും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ 5 ഓർബിറ്റൽസ് എവിടെ വേണമെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5 ഇവിടെ എവിടെ വേണമെങ്കിലും ലിഗാൻഡിന് വന്ന് നിൽക്കാം. കാരണം എന്താ? ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്, സെയിം എനർജി ആണ്. അപ്പൊ എവിടെ വേണമെങ്കിലും നിൽക്കാം. ഇനി ഫ്രീ ആവേണ്ട കേസിൽ അങ്ങനെയാണ്. പക്ഷേ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് MS6 എന്ന് പറയുമ്പോൾ എല്ലാ ഡി ഓർബിറ്റൽസിനും ഒരേ എനർജി അല്ല. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, 2 ഓർബിറ്റൽസ് DX² - Y² ആൻഡ് DZ² എന്താണ്? ഓറിയന്റഡ് അലോങ് ദ ആക്സിസിലാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ DXY യും DYZ ഉം DXZX എന്ന് പറയുന്നത് ഓറിയന്റഡ് ബിറ്റ്വീൻ ദ ആക്സിലാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കാരണം എന്ത് സംഭവിക്കും? ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. And in the case of octahedral complexes, the former two orbitals are designated as EG orbitals. അപ്പോൾ octahedral complexന്റെ കേസിൽ ആദ്യത്തെ DX² - Y² DZ² നമ്മൾ EG എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാറ്റർ 3 ഓർബിറ്റൽസ് DXY നും DYZ ഉം DZX നമ്മൾ T2G എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ DX² - Y² ഉം DZ² നും EG എന്നും, പിന്നെ DXY, DYZ and DZX മൂന്നെണ്ണത്തിന് T2G ഓർബിറ്റൽസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി as the 6 ligand approaches the central ion, ഇനി 6 ലിഗാൻസിന് എന്ത് ചെയ്യുന്നു? 6 ലിഗാൻസ് ഇവിടെ 6 ലിഗാൻസിന് സെൻട്രൽ അയോണിനെ അപ്രോച്ച് ചെയ്യാൻ വന്നു വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കും? The electron present in the EG orbitals is repelled more. അപ്പൊ EG ഓർബിറ്റൽ പ്രസന്റ് ചെയ്ത ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മോർ റിപ്പൽ ചെയ്യും by the ligand electrons than that of the T2G orbitals. അപ്പൊ EG എന്ന് പറയുന്നത് അലോങ് ദ ആക്സിസിലായോണ്ട് അവർക്കായിരിക്കും കൂടുതൽ എനർജി ഉണ്ടാവുക. അത് കാരണം അവിടെ മോർ റിപ്പൽഷൻ ഉണ്ട്. ലിഗാൻഡ് ഇലക്ട്രോൺസിന്റെ മോർ റിപ്പൽഷനെ EG ഓർബിറ്റൽസിലുള്ളവർക്ക് നടക്കും than that of T2G orbitals. In other words, energy of DZ² and DX² minus will increases than that of DXY, DYZ, DZX. ഇത് നമുക്ക് എന്ത് പറയാം? EG യിലുള്ള 2 ഓർബിറ്റൽസ് ആണ് DZ² ഉം DX² minus Y². അവർക്ക് റിപ്പൽഷൻ കൂടുതലാണെന്ന് കാരണം എന്ത് സംഭവിക്കും? അവർ എനർജി കൂടും. റിപ്പൽഷൻ കാരണം എനർജി കൂടും. അപ്പൊ അവരെ എനർജി കൂടുതൽ than that of T2G orbitals. ഇപ്പൊ T2G യിലുള്ള DXY, DYZ and DZX കൂടുതൽ ആർക്കുണ്ടാകും? EG യിലുള്ള DZ² and DX² minus Y² ഓർബിറ്റൽസിന് ഉണ്ടാകും. കാരണം ഇവിടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് എവിടെയാ ഉള്ളത്? ഇൻ ദ ആക്സിസിലായിട്ടാണ് വരുന്നത്. അപ്പൊ it should be remembered that it's repelled by similar charges, potential energy increases. അപ്പൊ സിമിലർ ചാർജ് നമ്മൾ റിപ്പൽഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കറസ്പോണ്ടിംഗ്ലി പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പം ഗ്രേറ്റർ ദ റിപ്പൽഷൻ, ഗ്രേറ്റർ ദ ഇൻക്രീസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ 5 ഡി ഓർബിറ്റൽസ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? One set consists of 2 orbitals have higher energy. അത് നമ്മൾ എന്ത് പറയും? EG orbitals എന്ന് പറയും. പിന്നെ other set is consist of 3 orbitals of a lower energy. അത് നമ്മൾ T2G orbitals എന്ന് പറയും. അപ്പൊ ഹയർ എനർജി EG ഓർബിറ്റൽസും ലോ എനർജി T2G ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് നടക്കും. അപ്പൊ ഇതാണ് എന്ത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ദി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. സിംപിൾ ആയി പറയുകയാണെങ്കിൽ ആ ഫിഗർ നോക്കിയാൽ സ്റ്റേറ്റ് 1 റെപ്രസെന്റ് ഡീജനറേഷൻസ് ഓഫ് ഓൾ 5 ഡി ഓർബിറ്റൽസ്. എല്ലാ ഡി ഓർബിറ്റൽസും ഒരേ എനർജി ഉള്ള നോർമൽ സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് 1 കാണിക്കുന്നത്. ഇനി സ്റ്റേറ്റ് 2 നോക്കുകയാണെങ്കിൽ അവിടെ ഹൈപ്പോതെറ്റിക്കൽ കേസ് ഓഫ് degeneracy of all orbitals higher energy since the negative charge of ligands are assumed to be uniformly affecting the d orbital metal ions. അപ്പം ഹൈപ്പോതെറ്റിക്കൽ ഡിജനറസി കാണിക്കുന്നതാണ് സ്റ്റേറ്റ് 2. സ്റ്റേറ്റ് 3 ആണ് എന്ത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാണിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ എന്ത് സംഭവിക്കും? T2G ഓർബിറ്റൽസിന് ലോ എനർജി ആയിരിക്കും കമ്പയർഡ് ടു ദാറ്റ് ഓഫ് EG ഓർബിറ്റൽസ്. EG ഓർബിറ്റൽസ് എന്ത് മേലെ ഉണ്ടാവും, T2G ഓർബിറ്റൽസ് താഴെ ഉണ്ടാകും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഈസ് മെഷേർഡ്. ഇവന് സ്പ്ലിറ്റിംഗ് എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ചാൽ എനർജി ഡിഫറൻസസ് ബിറ്റ്വീൻ T2G ആൻഡ് EG. ഈ T2G യും EG തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതാണ് T2G യും EG തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസ്. ഇതാണ് നമ്മളിവിടെ എനർജി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഈസ് ജനറലി മെഷേർഡ് ഇൻ എ പാരാമീറ്റർ DQ. DQ എന്ന് പറഞ്ഞ പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. അതിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ O is taken to be equal to 10 DQ.
അപ്പൊ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഒ ആണ്. T2G EG നമ്മൾ ഡിഫറൻസ് ഡെൽറ്റ ഒ ആണ്. ആ ഡെൽറ്റ എന്ന് പറയുന്നത് 10 dQക്ക് ഈക്വൽ ആയിരിക്കും. It can be shown that for octahedral system, the energy of T2G orbitals is 4 dQ. അപ്പോൾ T2G orbitals എനർജി എത്ര കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ 4 dQ ആണ്. അല്ലെങ്കിൽ അതിനെ 0.4 ഡെൽറ്റ ഒന്ന് കൺവേർട്ട് ചെയ്യാം. And less than the energy of hypothetical d orbitals. And it follows therefore the energy of the EG orbital is 6 dQ. അതുകൊണ്ട് തന്നെ EG orbitalsന് 6 dQ ആയിരിക്കും, അല്ലെങ്കിൽ 0.6 ഡെൽറ്റ ആയിരിക്കും. അതെന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോത്തറ്റിക് കേസിനേക്കാളും കൂടുതലായിരിക്കും. T2Gന്റെ എന്ന് പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ കേസിനേക്കാളും കുറവായിട്ടാണ് കാണുന്നത് എനർജി. ഇനി എന്താണ് ക്രിസ്റ്റഫൽ സ്റ്റെബിലൈസേഷൻ എനർജി നോക്കാം. നമുക്കറിയാം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എപ്പോഴും ലോ എനർജി സ്റ്റേറ്റിലേക്കാണ് പ്രിഫർ ചെയ്യുന്നത്. But it is evident that if an octahedral complex contains 1 d electrons, that electron will reside in one of the T2G orbitals. അപ്പൊ ഇവിടെ T2G ആണ് താഴെയുള്ളത്, T2Gക്കാൾ ലോ എനർജി. അപ്പോൾ ഒരു ഇലക്ട്രോൺ വന്നാൽ എന്താ സംഭവിക്കുക, അത് ഫസ്റ്റ് പോകുന്നത് ഈ T2G ലെവലിൽ പോവുക. കാരണം ഇലക്ട്രോൺ എപ്പോഴും ലോ എനർജി സ്റ്റേറ്റിലേക്കാണ് പോവുക. അപ്പൊ ഇത് 3 ഫിൽ ചെയ്ത് ചെയ്തതിനു ശേഷം മാത്രമേ മുകളിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ we know that electron always prefers to low energy. അപ്പൊ it is evident that octahedral complexes contain 1 d electron. The electron will reside in one of the T2G orbitals. അപ്പൊ അവിടെ ഏതെങ്കിലും ഡി ഇലക്ട്രോൺ ഒരു D1 മാത്രമേ ഉള്ളെങ്കിൽ, കോൺഫിഗറേഷൻ D1 ആണെങ്കിൽ അത് T2G ഓർബിറ്റലിലാണ് പോകുക. അപ്പൊ അത് ഓർബിറ്റൽ എന്തായിരിക്കും എനർജി ഉണ്ടാവുക, ഒന്നുകിൽ -4 dQ ആയിരിക്കാം, അല്ലെങ്കിൽ 0.4 ഡെൽറ്റ ആയിരിക്കാം. അത് -4 × 1 ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ -4 × 1 ഒന്ന് മാത്രമേ ഉണ്ടാവൂ അല്ലെ. അപ്പൊ this the complex this more stable than predicted pure electrostatic theory. അപ്പൊ ഇതിന്റെ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഡിക്രീസിംഗ് എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, മേലെ EGക്ക് എത്രയാണ്, EG - T2G എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ EG എനർജി നമുക്കറിയാം 0 എന്നറിയാം. അപ്പൊ 0 - T2G എനർജി എത്ര ഇവിടെ, -4 dQ. അപ്പൊ 0 - -4 dQ. അപ്പൊ മൈനസും പ്ലസ് ആവും. അങ്ങനെ 4 dQ എന്നതാണ് ഇവിടുത്തെ CFSE എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റഫേർഡ് സ്റ്റെബിലൈസേഷൻ എനർജി CFSE എന്ന് പറയുന്നത് may thus be defined as a lowering energy of a transition metal ion in a given ligand environment due to crystal field effect. ക്രിസ്റ്റഫേർഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ അയോണില് എന്തുണ്ട്, എനർജിന്റെ ലോവറിങ് നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ലോവർ നടക്കുന്നത്, ഒരു ഗിവൺ ലിഗാൻഡ് എൻവയോൺമെന്റില് അതിന് ലോവർ നടക്കാൻ എന്തുകൊണ്ടാണ്, ക്രിസ്റ്റൽ ഫീൽഡ് എഫക്ട്സ് കാരണമാണ് ഈ ലോവറിങ് നടക്കുന്നത്. ഈ ഒരു എനർജിനെയാണ് എന്ന് പറയുന്നത്, ലോവറിങ് എനർജി എന്ന് പറയുന്നത് ക്രിസ്റ്റഫൽ സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. The qualitative process is commonly adopted for calculating CFSE metal ion. ഇപ്പൊ CFSE കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഒരു D2 സിസ്റ്റത്തിന് എടുക്കുകയാണെങ്കിൽ D2 എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം ആയിരിക്കും. 2 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, T2G-ലുള്ള 2 ഓർബിറ്റൽസ് ആണ് അവർ ഓക്കപ്പൈ ചെയ്യുക. അപ്പൊ T2G 2 ആളുണ്ട്. ഇനി CFSE എങ്ങനെ മൈനസ് ചെയ്യുക, EG - T2G. അപ്പൊ EG-യിൽ എത്ര ഉള്ളത്, ഒറ്റയില്ല, 0 ആണ്. T2G 2 ഇലക്ട്രോൺസ് പോയത്. അപ്പൊ 0 - T2G 2 അപ്പൊ 2 × -4, ഒന്നിൽ -4 dQ. അപ്പൊ 2 ആകുമ്പോൾ 0 - 2 × -4 dQ. അപ്പൊ എന്ത് സംഭവിക്കും, 8 dQ എന്ന് പറഞ്ഞ എനർജി വരും. ഇനി D3 സിസ്റ്റം നോക്കുകയാണെങ്കിൽ D3 സിസ്റ്റത്തിനാണ് CFSE എന്ന് പറയുന്നത് 0 - 3 × -4 dQ. 3 ഇലക്ട്രോൺസ്. അപ്പൊ 3 പോയി T2G-യിലാണ്. അപ്പം 3 × -4 dQ, അങ്ങനെ 12 dQ എന്ന് പറഞ്ഞ എനർജി കിട്ടും. ഇനി D4 സിസ്റ്റം കേസ് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കാം, ഒന്നിക്കൽ അത് T2G-യിൽ 3 ഓക്കപ്പൈ ചെയ്യാം, അല്ലെങ്കിൽ T2G തന്നെ 4 ഓക്കപ്പൈ ചെയ്യാം. അതായത് all the 4 electrons may occupy T2G orbitals. പെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണെങ്കിൽ അതിന്റെ കോൺഫിഗറേഷൻ T2G 4 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പെയർ ചെയ്യാണ്ട് T2G-യിൽ 3 EG-യിൽ മേലെ ഒരാള് ജമ്പ് ചെയ്തിട്ട് പോകും. ഇപ്പൊ T2G3 EG1 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ, ഈ 2 സാധ്യത ഉള്ളത്. അപ്പൊ ആക്ച്വൽ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ നോക്കാന്ന് വെച്ചാൽ, ഒരു പുതിയ ടേം വരും, പെയറിംഗ് എനർജി എന്ന് പറഞ്ഞ ടേം വരും. അപ്പൊ പെയറിംഗ് എനർജി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒറിജിനൽ എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പൊ പെയറിംഗ് എനർജി എന്ന് വെച്ചാൽ ദ എനർജി റിക്വയർഡ് ടു പെയർ ദി ഇലക്ട്രോൺസ് വിത്ത് വൺ അനദർ. ഇങ്ങനെ ഇലക്ട്രോൺസിനെ പെയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എനർജിക്കാണ് പെയറിംഗ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ പെയറിംഗ് എനർജി ഈസ് എവിഡി റിലേറ്റഡ് ടു ദി എനർജി ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻസ് അമോങ് ഡി ഇലക്ട്രോൺസ്. പെയറിംഗ് എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ഓഫ് ഡി ഇലക്ട്രോൺ ആയിട്ട് റിലേറ്റ് ചെയ്ത സംഭവമാണ്. ഇനി
ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി ആണെങ്കിൽ അത് ഡെൽറ്റ എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒ. ആ ഡെൽറ്റ ഒ എന്ന് പറയുന്നത് പെയറിംഗ് എനർജിയേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ is greater than that of the energy of electrostatic repulsion among d electrons. ഡി ഇലക്ട്രോണിലെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനേക്കാളും കൂടുതലാണ് നമ്മളുടെ ഡെൽറ്റ ഒ എങ്കിൽ ഇൻ ദിസ് കേസ് കോംപ്ലക്സ് ആസ് എ ലെസ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പൊ ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി ആകുമ്പോൾ എന്ത് സംഭവിക്കും? കോംപ്ലക്സിന്റെ കേസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ? അപ്പൊ കുറവായത് കാരണം അതിന് ലോ സ്പിൻ കോംപ്ലക്സസ് അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സസ് എന്ന് പറയാം. ഇനി വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ഒ ലെസ് ദാൻ പി, അതായത് ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ എമൗണ്ട് ഡി ഇലക്ട്രോണിനെക്കാളും കുറവാണ്, അല്ലെങ്കിൽ പെയറിംഗ് എനർജിനേക്കാളും കുറവാണ്. പെയറിംഗ് എനർജി കൂടുതലാണ്, അല്ലെങ്കിൽ ഡെൽറ്റ ഒ കുറവാണ്. ആ കേസിൽ എന്ത് സംഭവിക്കും? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിമൈൻ അൺപെയർഡ്. ഇലക്ട്രോൺസ് അധികം അൺപെയർ ആയി നിൽക്കാനാണ് സാധ്യത. അപ്പൊ എന്ത് സംഭവിക്കാൻ? അൺപെയർ ആകുമ്പോൾ അതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. എല്ലാ ഓർബിറ്റൽസിലും എന്തായിരിക്കും? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ അത് എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്, ഡയമാഗ്നറ്റിക് നാച്ചുർ അല്ല. അത് കാരണം ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. നമുക്ക് അവരെ വീക്ക് ഫീൽഡ് കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഇനി however in low spin complexes the effect of this interelectronic repulsion among d electrons are quite compared to the effect of splitting of electrons. low spin complexes il interelectronic repulsion ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക than that of the splitting effects. ഇപ്പൊ ഈ CFS ഓഫ് ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും? കാരണം ഇന്റർലെക്ട്രോണിക് റിപ്പൽഷൻ ഫാക്ടർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഈ ടേബിൾ 1 നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. അത് T2G1 എന്ന് പറയുമ്പോൾ അതിന്റെ കോൺഫിഗറേഷൻ എന്താ? ഇജിയിൽ ഒന്നുമില്ല, ഇജിയിൽ 0 ആണ്. അപ്പൊ ഇജിയിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സംഭവിക്കും 0 മൈനസ് 1 ഇൻറ്റു 4dq. 0 മൈനസ് എന്തായിരിക്കും? 1 ഇൻറ്റു 4 മൈനസ് 4 എന്ന് വരും. അപ്പൊ പ്ലസ് 4dq കിട്ടും. അതുപോലെ നെക്സ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 4 എന്ന് വരും. അതായത് 0 മൈനസ് 2 ഇൻറ്റു മൈനസ് 4. അപ്പൊ എത്രയായി? 6dq. അങ്ങനെ ഓരോ കേസും നോക്കാം. നെക്സ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ സ്പ്ലിറ്റിംഗ്. ഇനി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ ഒക്ടാഹെഡ്രോണിലാണ് അറേഞ്ച് ചെയ്തത്. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആകുമ്പോൾ അവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. പിന്നെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസില് എങ്ങനെ അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ 4 ലിഗാൻസിനെ സെൻട്രൽ മെറ്റൽ ആയതുകൊണ്ട് ചുറ്റും ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. എങ്ങനെയാന്ന് വെച്ചാൽ ക്യൂബില്ലേ, നമ്മുടെ ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ 8 കോർണേഴ്സ് ഉള്ള ക്യൂബിന്റെ ആൾട്ടർനേറ്റ് കോർണേഴ്സ് ഒന്നിടവിട്ടുള്ള കോർണേഴ്സിൽ അറേഞ്ച് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് നമ്മൾ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് അറേഞ്ച് ചെയ്തത്. അത് ഫിഗറിൽ കാണുന്ന അടുക്ക് നമ്മൾ M+ എന്ന് പറയുന്ന മെറ്റലാണ്. അതിന്റെ ചുറ്റും ഓൾട്ടർനേറ്റ് ഒന്നിടവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ലിഗാൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 8 കോർണേഴ്സ് ഉള്ള ക്യൂബിന്റെ ആൾട്ടർനേറ്റ് ആയിട്ട് ലിഗാൻസിൽ പ്ലേസ് ചെയ്ത ഒരു അറേഞ്ച്മെന്റ് ആണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ ഉള്ളത്. ടെട്രാഹെഡ്രൽ സ്ട്രക്ചറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? നൺ ഓഫ് ദ d orbitals points exactly towards the ligands. അതായത് ഒരു d orbitals ലിഗാൻഡ് എക്സാക്ട് പോയിന്റ് ചെയ്തിട്ടില്ല ഇവിടെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ. ഇനി d orbitals dxy and dyz and dxz ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ലിഗാൻഡ് ക്ലോസ് ആയിട്ടുള്ളത്. ബാക്കി കാരണം എന്താ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ dxy dxz പോലത്തെ ഓർബിറ്റൽസ് ഒക്കെ ഇവിടെ വരാം. പിന്നെ dz² എന്ന് പറയുമ്പോൾ ആണ് ഇവിടെ വരാം. അതാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ ലിഗാൻസ് ഉള്ളത് ഏകദേശം ആരടുത്തായിട്ടുള്ളത്? നമ്മുടെ dxy dyz and dxz ക്ലോസ് ആയിട്ടുള്ളത്. പിന്നെ while the two orbitals dx² minus y² and dz² are lying between the ligands. ഇവിടെ ഈ കേസിൽ dx² minus y² ഉം dz² ഉം എവിടെയുള്ളത്? lying in between the ligands ആയിട്ട് ഉള്ളത്. As a result of this, energy of the former three orbitals increases. അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും? dxy dyz dxz എന്നാണ് ലിഗാൻഡ് അടുത്തുള്ളത് കൊണ്ട് അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ലിഗാൻഡും ഇത് തമ്മിൽ റിപ്പൽഷൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. then compare that of each orbitals dx² minus y² ഉം dz² കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ
T2 ആയിട്ടുള്ള DXY ഡിവൈസ് DXZന്റെ എനർജി ആയിരിക്കും കൂടുതൽ. എന്തുകൊണ്ടാണ്? അവിടെയാണ് റിപ്പൽഷൻ കൂടുതൽ, ലിഗാൻഡ് ഇലക്ട്രോൺസും തമ്മിലുള്ള റിപ്പൽഷൻ എന്ന് പറയുന്നത് അവിടെയാണ് കൂടുതൽ. കാരണം അവരാണ് ലിഗാൻഡിന്റെ അപ്രോച്ചിനോട് ഏകദേശം അടുത്തായിട്ട് വരുന്നത്. അപ്പൊ ദസ് d orbitals ആർ അഗൈൻ സ്പ്ലിറ്റ് ഇൻടു എ റിവേഴ്സ് ഓർഡർ. ഇവിടെ റിവേഴ്സ് ഓർഡറിലാണ് സ്പ്ലിറ്റ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഇവിടെ അപ്രോച്ച് ഓഫ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിലുള്ള അവരോട് ഏറ്റവും ഏകദേശം ക്ലോസ് ആയിരിക്കും ഉണ്ടാകും. അപ്പൊ 3 orbitals DXY divised and DXZ is designated as T2 orbitals and now have a high energy than 2 orbitals than that of dx square minus y square and dz square. അപ്പൊ നമ്മൾ T2 orbitals എന്തായിരിക്കും ഇവിടെ എനർജി നിറയത് കൂടുതലായിരിക്കും than compared to dx square minus y square and dz square each orbitals. ഇവിടെ നമുക്ക് നോക്കാം എനർജി ഗ്രാഫ്. അങ്ങനെ സ്റ്റേറ്റ് 1 നോർമൽ സ്റ്റേറ്റ് ഡീജനറസി സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് 2 ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്. സ്റ്റേറ്റ് 3 വരാണെങ്കിൽ എന്താണ്, ഇവിടെ താഴെയാണ് E ഉള്ളത്, മേലെയാണ് T2 ഉള്ളത്. അപ്പൊ നേരെ റിവേഴ്സ് ഓർഡറിലാണ് സ്പ്ലിറ്റിംഗ് നടന്നത്. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ദിസ് കേസ് ഇസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡെൽറ്റ ടി എന്നാണ് കാണിക്കുന്നത്. ഇവിടെ എനർജി ഡിഫറൻസ് ഡെൽറ്റ ടി എന്നാണ് കാണിക്കുന്നത്. ഇതിന് സബ്സ്ക്രിപ്റ്റ് ടി എന്താണെന്ന് വെച്ചാൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോ നമുക്ക് കാണാം ഈ ഇവിടെ ഡെൽറ്റ ഒ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കും. പിന്നെ ഡെൽറ്റ ടി അപ്രോക്സിമേറ്റ്ലി -4/9 ഡെൽറ്റ ഒ ആണ്. ഇവിടെ ഈ മൈനസ് സൈനിന്റെ കാരണം എന്താണെന്നത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ റിവേഴ്സ് ഓർഡറിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. നേരത്തെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വന്നേരം താഴെയാണ് T2, മേലെയാണ് E ഉള്ളത്. ഇവിടെ റിവേഴ്സ് ഓർഡർ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഡെൽറ്റ ടി മൈനസ് ആണ്, നെഗറ്റീവ് സൈൻ ആണ് കൊടുത്തത്. ഇനി the smaller value of delta T as compared to delta O is partly due to number of ligands in tetrahedral field. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ടിക്കാണ് ഏറ്റവും കുറവ് കമ്പയർഡ് ടു ഡെൽറ്റ ഒ. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ അവിടെ 4 ലിഗാൻഡ്സ് തമ്മിലുള്ള റിപ്പൽഷനാണ്. ഡെൽറ്റ ഒ എന്ന് പറയുമ്പോൾ 6 ലിഗാൻഡ്സ് ഉള്ള റിപ്പൽഷനാണ്. അപ്പൊ 6 കൂടുതൽ ഉണ്ടാവുക 4-നേക്കാളും. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഡെൽറ്റ ഒനേക്കാളും കുറവായിരിക്കും. കാരണം ഡെൽറ്റ ടിയിൽ 4 ലിഗാൻഡ്സ് ആണ്, ഡെൽറ്റ ഒയില് 6 ലിഗാൻഡ്സ് ഉള്ളത്. അപ്പൊ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, എപ്പോഴും ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് വരുമ്പോൾ ആ ഇലക്ട്രോൺ എപ്പോഴും എവിടെയാ വരാം, DX² - Y² DZ² ഓർബിറ്റിലേക്ക് വരാം. കാരണം ഇവിടെ E എന്ന് പറയുന്നത് ലോ എനർജി സ്റ്റേറ്റ് ആണ്. അപ്പൊ DX² - Y² DZ² ആണ് ലോ എനർജി ഉള്ളത് കൊണ്ട് അവിടേക്കാണ് ഇലക്ട്രോൺസ് വരാം. ഇലക്ട്രോൺ ഗോയിങ് ഇൻ ടു either DX² - Y² and DZ² orbit is stabilized by 6dq. അങ്ങനെ DX² - Y² DZ² പോകുന്ന ഇലക്ട്രോൺ എത്രയായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക, 6dq ആയിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്യുക. while that going to any other 3 orbitals is stabilized by dq. and DXZ-ഉം DYZ-ഉം DZX-ലും പോകുന്നതാണ് അവർ 4dq എനർജി ആയിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി നേരത്തെ നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാല് D1 സിസ്റ്റം നോക്കാം. ഇവിടെ നമ്മൾ D1 സിസ്റ്റം, ഇവിടെ D1 എന്ന് പറയുന്നത് ഇയിലേക്കാണ് പോകുന്നത് അല്ലെ. നേരത്തെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അവർ ടിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇയിലെ പോകുന്ന ആളുടെ കേസിൽ എന്ത് സംഭവിക്കും, CFSE എന്ന് പറയുന്നത് എത്രയാണ്, T2 ഒന്നുമില്ല, T2 ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 0 - 6dq എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ +6dq ആയി. D2 സിസ്റ്റം നോക്കുകയാണെങ്കിലോ 0 - 2 × 6dq. അപ്പൊ എത്ര -12dq എന്നാവും. 0 - -12dq. അപ്പൊ ആൻസർ 12dq. ഇനി D3 ആണെങ്കിലും ബോത്ത് ലോ സ്പിൻ സ്റ്റേറ്റ് നമുക്കറിയാം, ഹൈ സ്പിൻ സ്റ്റേറ്റ് രണ്ടും പോസിബിൾ ആണ്. കാരണം എന്താ, ഇവിടെ D3 വരുമ്പോ ഇയില് 2 ആൾ ഫില്ല് ചെയ്ത് പിന്നെ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരാളിനെ ലോ സ്പിൻ ആക്കാം. അങ്ങനെ ലോ സ്പിൻ ആക്കാം, ഈ ഇലക്ട്രോണിനെ ഇവിടെ പെയർ ചെയ്യിപ്പിക്കാം അല്ലെ. ഇങ്ങനെ പെയർ ചെയ്യിപ്പിച്ച് ലോ സ്പിൻ ആക്കാം. പക്ഷെ ഇവിടെ കേസിൽ പെയറിങ് നടക്കൂല. എന്താണെന്ന് വെച്ചാൽ D3 സിസ്റ്റം എപ്പോഴും എന്താണ്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ലോ സ്പിൻ കോൺഫിഗറേഷൻ ആണ് ഉണ്ടാകുക, ഹൈ സ്പിൻ കോൺഫിഗറേഷൻ ഉണ്ടാവില്ല. And this is due to the fact that crystal field splitting energy in tetrahedral field is comparatively small. കാരണം ടെട്രാഹെഡ്രൽ crystal field splitting energy എപ്പോഴും നല്ല കുറവാണ്. കുറവായത് കൊണ്ട് തന്നെ ഇവിടെ പാരിങ് നടക്കൂല എന്ന് പറഞ്ഞത്. Therefore pairing is doesn't occur and the complexes are high spin complex. ഇവിടെ എന്ന് പറയുന്നത് പാരിങ് നടക്കൂല. അതുകൊണ്ട് ഇവിടുത്തെ കോംപ്ലക്സിൽ എന്ത് കോംപ്ലക്സ് ആയിരിക്കും, അധികവും ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇവർ എനർജി കുറവാണ്, ഇനി പാരിങ് കൂടി നടക്കേണ്ട ആവശ്യമില്ല.
അങ്ങനെ D3 സിസ്റ്റം നോക്കുകയാണെങ്കിൽ D3 സിസ്റ്റത്തിൽ എനർജി 6 dq ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ എനർജീസും ഇത് ഡീജനായിട്ട് കൊടുത്തതാണ് ഈ ടാബിളിലുള്ളത്. നെക്സ്റ്റ് അതിന് ഒക്ടാഡ്രലും കഴിഞ്ഞു, ടെട്രാഡ്രലും കഴിഞ്ഞു. ഒക്ടാഡ്രൽ എന്ന് പറയുമ്പോൾ താഴെയാണ് T2 വരുന്നത്. കാരണം ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിൽ കൂടിയാണ്, സോറി ഇൻ ദ ആക്സിസിലാണ്. അപ്പോൾ dz2 d x2 മൈനസ് y2 എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ദെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി T2 ഓർബിറ്റൽസ്. ഇനി ഇവിടെ ടെട്രാഡ്രൽ സ്പ്ലിറ്റിംഗ് വരാണെങ്കിൽ എന്താണ്, ഇവിടെ ഈക്കാണ് എനർജി കുറവ്, ഈ ആണ് താഴേക്ക് വരുന്നത്. ക്രിസ്റ്റഫർ സ്പ്ലിറ്റിംഗ് ടെട്രകൾ ആൻഡ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഓഫ് ഡ്യുവൽ ഇൻ ടെട്ര ആൻഡ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് can be understood gradually by withdrawing the two ligands lying along the z axis in the coordination octahedral complex. നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലുള്ള അതിന്റെ സ്പ്ലിറ്റിംഗ്, ഡ്യുവലിന്റെ സ്പ്ലിറ്റിംഗ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 6 ലിഗാൻസ് ടോട്ടൽ ഉണ്ടാവുക. അത് 4 ലിഗാൻസിലാണ്, ബാക്കി z ആക്സിസിലുള്ള 2 ലിഗാൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പൊ അതിന്റെ വിഡ്രോയൽ നോക്കിയിട്ടാണ് നമുക്ക് എന്ത് തിരിയുക, ഈ സ്ക്വയർ പ്ലാനറിൽ ടെട്രഗണിൽ മനസ്സിലാക്കാം. അപ്പൊ അതെങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ആസ് ദ ലിഗാൻഡ് ലൈങ് ഓൺ ദ z ആക്സിസ് ആർ മൂവ്ഡ് അവേ, നമ്മൾ എന്ത് ചെയ്യുന്നത്, z ആക്സിസിലുള്ള ലിഗാൻസിനെ ഒക്ടാഹെഡ്രലിൽ z ആക്സിസിലുള്ള ലിഗാൻസിനെ മൂവ് അവേ ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ അത് മൂവ് അവേ ചെയ്യുമ്പോൾ സംഭവിക്കും, ലിഗാൻസ് XY പ്ലെയിനിൽ എന്തുണ്ടാവും, അവർ XY പ്ലെയിനിലെ ലിഗാൻസ് എന്ത് സംഭവിക്കും, സെൻട്രൽ ലെയറിലേക്ക് ക്ലോസ് ആയിട്ട് വരാൻ നോക്കൂലേ, കാരണം എന്താ z ആക്സിസ് ദൂരത്തോട്ട് പോയി. അപ്പൊ XY പ്ലെയിനിലെ ലിഗാൻസ് സെൻട്രൽ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ട് വരാൻ നോക്കും. അപ്പൊ അത് കാരണം സംഭവിക്കും, ഡി ഓർബിറ്റൽസിലുള്ള XY പ്ലെയിനിലെ ഡി ഇലക്ട്രോൺസിൽ എന്ത് സംഭവിക്കും, കൂടുതലായിട്ട് റിപ്പൽഷൻ സംഭവിക്കും. കാരണം അവരാണ് സെൻട്രൽ ആയതുകൊണ്ട് അടുത്തേക്ക് പോകുന്നത്, z ആക്സിസ് ദൂരെ വലിച്ചു നമ്മൾ. അപ്പൊ XY പ്ലെയിനിലുള്ള ഇലക്ട്രോൺസിന് കൂടുതൽ റിപ്പൽഷൻ നടക്കും. ഇതാണ് എന്ത്, ടെട്രഗണൽ കോംപ്ലക്സ്. ഇപ്പോൾ ടെട്രഗണൽ കോംപ്ലക്സിൽ XY പ്ലെയിനിലുള്ള ഡി ഓർബിറ്റൽസ് ലിഗാൻസിന് കൂടുതൽ റിപ്പൽഷൻ നടക്കും കമ്പയർഡ് ടു z ആക്സിസ് ആൻഡ് കമ്പയർഡ് ദാറ്റ് ഓഫ് ദ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. അപ്പൊ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെക്കാളും XY പ്ലെയിനിൽ മോർ റിപ്പൽഷൻ നടക്കാനുള്ള സാധ്യത, അപ്പൊ മോർ എനർജി ഉണ്ട് ദെൻ കമ്പയർഡ് ടു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. This causes an increase in energy of d orbitals in XY plane. XY പ്ലെയിനിൽ കുറെ ഇലക്ട്രോൺസ് അടുത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ റിപ്പൽഷൻ കൂടുന്നത് കൊണ്ട് തന്നെ അവർ എനർജി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, കൺസിക്വന്റ്ലി dx2 മൈനസ് y2ന്റെയും dxy എനർജി എന്ത് ചെയ്യും, കൂടും. കാരണം z എന്ന് പറഞ്ഞ പ്ലെയിൻ നമ്മൾ മേലോട്ടേക്ക് വലിച്ചിട്ടാ ഉള്ളത്. അപ്പൊ അതാണ് ഫിഗർ 11 കൊടുത്തത്. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് സ്റ്റേറ്റ് റീജനറേഷൻ സ്റ്റേറ്റ് ആണ്, ഇത് സ്റ്റേറ്റ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. ഇപ്പൊ ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ വരുമ്പോൾ 2 സെറ്റിനെ നമ്മൾ പുറത്തോട്ടേക്ക് വലിക്കും. അപ്പൊ വലിക്കുന്ന റിപ്പൾഷൻ കുറയും, അതിന്റെ എനർജി കുറയും. അപ്പൊ ഇജിയിൽ ആരുണ്ട്, dz2 ഉണ്ട്, dx2 മൈനസ് y2 ഉണ്ടോ. അപ്പൊ ഇവിടെ z2 വരുന്ന ആൾക്കാർ എനർജി എന്ത് ചെയ്യും, കുറയും. x2 എനർജി കുറച്ചും കൂടി കൂടും. ഇവിടെ നമ്മള് സെറ്റിനെ വലിക്കുന്നുണ്ട്, അപ്പൊ വലിക്കുന്ന കാരണം എന്ത് സംഭവിക്കുന്നു, അവർ എനർജി കുറയും. അപ്പൊ dxy ഉള്ള ആൾക്കാർ സെൻട്രൽ മെറ്റൽ ആയതുകൊണ്ട് അടുത്തേക്ക് വരും, റിപ്പൽഷൻ കൂടും, അങ്ങനെ അവർ എനർജി കൂടും. അങ്ങനെ dxyന്റെ കുറച്ചും കൂടി കൂടും. അപ്പൊ ഒക്ടാഹെഡ്രൽ കമ്പയർ ചെയ്തിട്ട് ടെട്രഗണൽ സ്ട്രക്ചർ വരുമ്പോൾ dxyന്റെയും dx2 മൈനസ് y2ന്റെയും എനർജി കുറച്ച് കൂടുന്നതായിട്ട് കാണാം. But since the ligands lying in the z-axis have been moved away, the electrons in the orbitals among the z-axis as well as in the xy and yz experiences a small repulsion. അപ്പൊ ഇങ്ങനെ ഈ z-axisലുള്ള ലിഗാൻസിനെ മൂവ് ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കും, xzഉം yzലും z-axisലുമുള്ള പ്ലെയിൻസിലുള്ള ലിഗാൻസിനെ ചില റിപ്പൾഷൻസ് ആയിരിക്കും ഉണ്ടാകുക, എക്സ്പീരിയൻസ് റിലേറ്റീവ്ലി സ്മോൾ റിപ്പൾഷൻ ആയിരിക്കും. And this results in the appreciable fall in the energy of dz2 orbitals. അപ്പൊ അത് കാരണം dz2ന്റെയും dxzന്റെയും dyzന്റെയും എനർജി കുറയും. അപ്പൊ ഇതാണ് നമ്മുടെ ടെട്രഗണൽ സ്ട്രക്ചർ. The structure in which two trans ligands are at difference. അതായത് 2 ട്രാൻസ് ലിഗാൻസ് ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആണ്, which is compared that of the other 4 ligand the xy plane. അപ്പൊ xy പ്ലെയിനിൽ ലിഗാൻഡ് കമ്പയർ ചെയ്തിട്ട് ബാക്കി 2 ട്രാൻസ് ലിഗാൻഡ് ഉള്ളത് ഡിഫറെന്റ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ആ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ന് പറയുന്നത് ടെട്രഗണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ക്വയർ പ്ലാനർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെട്രഗണില് സെഡിനെ കുറച്ച് ദൂരത്തോട്ടേക്ക് വലിച്ചു. ഇനി സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിലേക്ക് വരുമ്പോൾ സെഡിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. അതായത് ഇവിടെ ഒരു ഒക്ടാഹെഡ്രോണില സെഡിനെ കുറച്ച് റിമൂവ് ചെയ്തതാണ് എന്ത്,
നമ്മുടെ ടെട്രാ സ്ട്രക്ചർ. സ്ക്വയർ പ്ലെയർ വരുമ്പോൾ ഈ സെറ്റിന് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്ന സ്ട്രക്ചർ, അത് നമ്മൾ സ്ക്വയർ പ്ലെയർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ML4 ഇസ് ഫോം ചെയ്യും. അതായത് 4 പോയി എന്ത് ചെയ്യും, ഇവിടെ ML4 ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ അപ്പൊ എന്ത് സംഭവിക്കും, സെറ്റിന്റെ റിപ്പൾഷൻ നല്ലോണം കുറയും. അപ്പൊ സെറ്റിന്റെ എനർജി എന്ന് പറയുന്നത് നല്ലോണം ഡ്രോപ്പ് ചെയ്യും. അപ്പൊ dx² - y² dxyന്റെ റിപ്പൾഷൻ കൂടും. അവ എനർജി എന്ത് ചെയ്യും, വളരെയധികം കൂടും. And also further fall the energies of dz², dxz and dyz orbitals. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ സെറ്റിന് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത്. സെറ്റിന് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെ എന്ത് സംഭവിക്കും, dz² എനർജി നല്ലോണം കുറയും, നല്ലോണം താഴോട്ടേക്ക് കുറയും. അതുപോലെ തന്നെ dxz dyz എനർജിയും കുറയും. എന്നാൽ dxyക്കും dx² - y² സംഭവിക്കും, മോർ എനർജി ഉണ്ടാവും, മോർ റിപ്പൾഷന് നടക്കും. അപ്പൊ ഈ എനർജി ഡിഫറൻസ് ഇവിടെ ഡെൽറ്റ SP ആണ് ഇവിടുത്തെ സ്പ്ലിറ്റിങ്ങിന്റെ എനർജി. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എനർജി കൂടിയ സാധനങ്ങളിലെ എനർജി ഡിഫറൻസ് നോക്കിയിട്ടാണ്. ഈ dx² dx² - y² dxy തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസ് നോക്കിയിട്ടാണ് എന്ത് ഡെൽറ്റ SP സ്ക്വയർ പ്ലെയറിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എന്ത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഫസ്റ്റ് നമ്മൾ ടെട്രാഡ്രൽ ഒക്ടാഡ്രൽ കോംപ്ലക്സ് പറഞ്ഞു, പിന്നെ ടെട്രാഡ്രൽ കോംപ്ലക്സ് പറഞ്ഞു, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്നാണെന്ന് പറഞ്ഞു. ഒക്ടാഡ്രൽ കോംപ്ലക്സ് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ താഴെയാണ് T2 ഉണ്ടാവുക, മേലെയാണ് E ഉണ്ടാവുക. കാരണം ഇവിടെ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് ഇൻ ദ ആക്സിസിലുള്ള അലോങ് ദ ആക്സിസിലുള്ളവരൊക്കെ വരിക. അപ്പൊ അവരുടെ റിപ്പൾഷൻ കൂടും, അവരുടെ എനർജി കൂടും. അപ്പൊ അവരെ മേലെ ഉണ്ടാകും. T2 ആണ് താഴെ ഉണ്ടാവുക. ഇനി ടെട്രാഡ്രൽ നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ടെട്രാഡ്രൽ നോക്കുകയാണെങ്കിൽ അവർ വരുന്നത് ഇൻ ബിറ്റ്വീൻ ആക്സിസിലായിരിക്കും വരെ അപ്രോച്ച് ലിഗാൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് കാരണം തന്നെ T2 എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഈന്റെ എനർജി കുറയുക ചെയ്യുക. ഈയിലുള്ള റിപ്പൾഷൻസ് കുറവായിരിക്കും. ഇനി ടെട്രഗണൽ സ്ട്രക്ചർ നോക്കാൻ, ടെട്രഗണൽ എന്ന് പറയുമ്പോൾ നമ്മൾ Z ആക്സിലുള്ള 2 ലിഗാൻസിനെയും പുറത്തോട്ടേക്ക് വലിക്കുന്നത്, അതിനാണ് പറയുന്നത് ടെട്രഗണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ക്വയർ പ്ലെയർ എന്ന് പറയുമ്പോൾ അതിനെ ഫുള്ളി നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ അത് കാരണം dz² എനർജി നല്ലോണം കുറയും, dxzനും dyzനും എനർജിയും കുറയും, dx² - y² dxyയും നല്ലോണം എനർജി കൂടും. അതാണ് ഈ ഫിഗറിൽ കൊടുത്തത്. ആൻഡ് ഡെൽറ്റ SP എന്ന് പറയുന്നത് ഇവിടെ dx² - y² dxy തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നെക്സ്റ്റ് മോഡിഫൈഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അല്ലെങ്കിൽ അതിനെ ലിഗാൻഡ് ഫീൽഡ് തിയറി എന്നും പറയും. ആസ് ഡിസ്കസ്ഡ് above, crystal field theory assumes that the source of metal ligand bond is purely electrostatic interaction. നമ്മൾ പറഞ്ഞത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ് എന്ത് പറയുന്നത്, മെറ്റൽ ലിഗാൻഡ് ബോണ്ട്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നത് എന്താണ്, പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് എന്നാണ് പറയുന്നത്. And the theory predicts the splitting of the d orbitals is being due to electrostatic potential of the ligands, to which the d electrons of the metal ions get exposed. അപ്പൊ ഈ തിയറി പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദ ലിഗാൻസ് ആണ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാരണമാണ് ഇവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് പറഞ്ഞത്. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ദ spectra of a metal ions and of a complex ion on the assumption that this arises from the transition of the electrons from the lower energy orbitals to higher energy orbitals. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, മെറ്റൽ അയോൺസിന്റെ സ്പെക്ട്രനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, കോംപ്ലക്സിലുള്ള സ്പെക്ട്രനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്. ലോവർ എനർജി ഡി ഓർബിറ്റൽസ് നിന്ന് ഹയർ എനർജി ഡി ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കാം, ഇങ്ങനെ ഇലക്ട്രോണിന്റെ ജമ്പ് കാരണം അവിടെ സ്പെക്ട്ര ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് പറ്റിയിട്ടുണ്ട്. However, the positive intensity of spectral bands calculated on the basis of crystal field theory is not always coincide with those experimentally. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഈ സ്പെക്ട്രൽ ബാൻഡ്സിന്റെ എനർജി എന്ന് പറയുന്നത് എക്സ്പെരിമെന്റലായിട്ട് കോൺസൈഡ് ചെയ്തതായിട്ട് കാണുന്നില്ല, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ കാണുന്നില്ല. അപ്പൊ അവിടെ ഒരു ഡീവിയേഷൻസ് ഉണ്ട്. Apart from this, pure electrostatic interaction between metal ion and ligand field explain the relative position of ligands in spectrochemical series. അതുപോലെ തന്നെ സ്പെക്ട്രോകെമിക്കൽ സീരീസിലുള്ള ലിഗാൻഡിന്റെ പൊസിഷൻസ് എന്താണെന്നും
ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ലിഗാൻഡ് ഫീൽഡ് തിയറി വന്നത്. ഇപ്പൊ ലിഗാൻഡ് ഫീൽഡ് തിയറിയിലെ ഏറ്റവും മെയിൻ പോയിന്റ് എന്താന്ന് പറഞ്ഞാല് മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ അല്ല. ആൻഡ് അതായത് മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻഡ്. മെറ്റൽ അയോൺ ലിഗാൻഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അല്ല എന്നാണ് ലിഗാൻഡ് ഫീൽഡ് തിയറി പറയുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയില് മെറ്റലും ലിഗാൻഡും തമ്മിൽ ഇന്ററാക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ആണെന്ന് പറയുന്നു. On the other hand, there is a concrete evidence to show that there is a covalent bonding between metal ion and ligand. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് ലിഗാൻഡ് ഫീൽഡ് തിയറിയില് മെയിൻ പോയിന്റ് ഇവിടെ കോവാലന്റ് ബോണ്ടിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. കോവാലന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ദി മെറ്റൽ അയോൺ ആൻഡ് ലിഗാൻഡ്. And this makes significant contribution toward the metal ligand bonding in the coordination complexes. അപ്പൊ ഈ കോവാലന്റ് ക്യാരക്ടേഴ്സിന് കുറച്ച് എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെല്ലാം ഇവിടെ എവിഡൻസ് നോക്കാം. ഫസ്റ്റ് ലാൻഡേഴ്സ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജി. ലാൻഡേഴ്സ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജി എന്ന് പറയുന്നത് വിച്ച് ഇസ് എംപ്ലോയ്ഡ് ടു പ്രെഡിക്ട് ദ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് എ ട്രാൻസിറ്റീവ് മെറ്റൽ കോംപ്ലക്സസ്. അതായത് ട്രാൻസിറ്റീവ് മെറ്റൽ കോംപ്ലക്സസിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ കണ്ടുപിടിക്കാനാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ വെച്ചാണ് ശരിക്കും ഈ സാധനം ഉപയോഗിക്കുന്നത്. ലാൻഡേഴ്സ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജി ഉപയോഗിക്കുന്നത് നമ്മുടെ ട്രാൻസിറ്റീവ് മെറ്റൽ കോംപ്ലക്സസിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഡീലോക്കലൈസേഷൻസ്, ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെനിട്രേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാക്ടറാണ് ലാൻഡേഴ്സ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജി സ്റ്റാർ. ഡീലോക്കലൈസേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ഓഫ് ദി മെറ്റൽ അയോൺ ഇൻ ദി ഓർബിറ്റൽസ് ഓഫ് ദി ലിഗാൻഡ്. ലിഗാൻഡ് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ പെനിട്രേഷൻ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫാക്ടർ ഉപയോഗിക്കുന്നത്. The value of G determined experimentally shows that the electrons of the metal ions are almost always delocalized to some extent. അതായത് ഈ ജി നമ്മൾ എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻ ചെയ്തു. അപ്പൊ ഡിറ്റർമൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാല് ദി ഇലക്ട്രോൺസ് അധികവും മെറ്റൽ അയോൺസിനായിട്ട് അധികവും ഡീലോക്കലൈസേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ലിഗാൻഡ് ഓർബിറ്റൽസിൽ അധികവും ഈ ഡി ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് എക്സ്പെരിമെന്റിൽ കിട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ഡീലോക്കലൈസേഷൻ സംഭവിക്കുന്നത്? ഇത് ഇങ്ങനെ ഡീലോക്കലൈസേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ഒരു ഓവർലാപ്പിംഗ് ഉണ്ടാവണം. ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് ഡീലോക്കലൈസേഷൻസ് ഉണ്ടാവും. അത് നമുക്കറിയാം. അപ്പൊ ഈ ഓവർലാപ്പിംഗ് കാരണം എന്ത് സംഭവിക്കും? ഓവർലാപ്പിംഗ് കാരണം ഈ ലിഗാൻഡ് ഓർബിറ്റൽസിന് എന്തുണ്ടാവും, ഒരു കോവാലന്റ് ബോണ്ടിങ് ഉണ്ടാവും. നമുക്കറിയാം കോവാലന്റ് ബോണ്ടിങ് ആവുമ്പോൾ അവിടെ എന്താണ്, ഷെയറിംഗ് ഓഫ് പെയർഡ് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ഷെയറിംഗ് ഓഫ് പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡീലോക്കലൈസേഷൻ നടക്കൂ. അപ്പൊ അവിടെ ഒരു ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ അവിടെ കോവാലന്റ് ബോണ്ടിങ് ഉണ്ട് എന്ന് ഈ ലാൻഡേഴ്സ് സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജി സ്റ്റാർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. It has been deduced even the bond of F- ions with metal and fluoro compounds which are conventionally taken as ionic, there is a 5% covalent character. അപ്പൊ F- ionsന്റെ ഫ്ലൂറോ കോമ്പൗണ്ട്സിന്റെ അയോണിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു 5% കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. ജീവ ഡിറ്റർമൈൻ ചെയ്ത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് കോവാലന്റ് എവിഡൻസ് നെക്സ്റ്റ് ഇതാണ് ESR സ്പെക്ട്ര എന്ന് പറയുന്നത്, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്ര. അപ്പൊ ESR spectral studies of complex of parametric metal ions reveal that presence of a unpaired electrons in the molecular orbitals unpaired electrons in the presence കാണാൻ പറ്റി. And is due to the overlapping of orbitals of ligand and metal ion. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസൻസ് കാണാൻ പറ്റിയ? എന്തുകൊണ്ടാണ്? അവിടെ ലിഗാൻഡും മെറ്റൽ അയോണും തമ്മിൽ ഓവർലാപ്പിംഗ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ കോവാലന്റ് ക്യാരക്ടറിന് വേറൊരു പ്രൂഫാണ് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്ര. നെക്സ്റ്റ് NMR സ്പെക്ട്ര, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്ര. അപ്പൊ NMR സ്റ്റഡീസും ഈ കോവാലന്റ് ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. F90 കേസ്, ഫ്ലൂറോ കോംപ്ലക്സിന്റെ കേസ് ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിന് കാണാൻ പറ്റി. അങ്ങനെ നമുക്ക് നെഗ്ലിജിബിൾ ടൈപ്പ് മാത്രമേ ഇലക്ട്രോൺസ് അവിടെ F90 ന്യൂക്ലിയസ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ എന്താണ് ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് പോസിബിൾ ആണ്. അപ്പൊ ഈ ഓവർലാപ്പിംഗ് എങ്ങനെ പോസിബിൾ ആ? മെറ്റൽ അയോൺ ലിഗാൻഡ് തമ്മിൽ ഓവർലാപ്പിംഗ് കോവാലന്റ് ബോണ്ടിങ് കാരണം മാത്രമേ പോസിബിൾ ആകാൻ പറ്റൂ. NMR സ്പെക്ട്ര സ്റ്റഡീസും കോവാലന്റ് ബോണ്ടിന്റെ എവിഡൻസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഓർ നെഫ്ലോക്സോട്ടിക് എഫക്ട് എന്ന് പറയുന്ന ഫാക്ടർ ആണ്. അപ്പൊ ഇലക്ട്രോൺസ് ഇൻ ദ പാർട്ട്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് എ മെറ്റൽ അയോൺ റിപ്പൽ വൺ അനദർ ആൻഡ് ഗിവ് റൈറ്റ്സ് ടു നമ്പർ ഓഫ് എനർജി ലെവൽസ്. അതായത് ഒരു ഡി ഓർബിറ്റൽസ് ഇലക്ട്രോൺ പാർട്ട്ലി ഫിൽഡ് ആണെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കും, അവിടെ റിപ്പൽഷൻ ഉണ്ടാകും. ആ റിപ്പൽഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ദീസ് ഇലക്ട്രോൺസ് ഇൻ ദി ഡി ഓർബിറ്റൽസ്.
But then the energy of each of these levels can be expressed in terms of some interelectronic repression parameters. അപ്പോൾ ഓരോ ലെവൽസിലെയും ഈ എനർജിയെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഒരു ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ പാരാമീറ്റേഴ്സ്, അതായത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടല്ലോ, അതിനെ ഒരു പാരാമീറ്റർ യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാം. ആ പാരാമീറ്റേഴ്സ് ആണ് റാക്ക റിപ്പൾഷൻ പാരാമീറ്റർ ബി ആൻഡ് സി എന്ന് പറയുന്നത്. ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ പാരാമീറ്റർ, റാക്ക പാരാമീറ്റർ, ബി ആൻഡ് സി. ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട ഇത്. ഇപ്പം ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ടു സച്ച് എനർജി ലെവൽസ് ഇറ്റ് ഹാവ് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ക്യാൻ എക്സ്പ്രസ്ഡ് ആസ് dq. അപ്പം സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർ എനർജി ലെവൽ തമ്മിലുള്ള എനർജി ഗ്യാപ്പിന് ഡിഫറൻസിനെ dq എന്ന് പറയും. പിന്നെ ഡിഫറൻസ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ളവരെ എനർജി ഗ്യാപ്പിനെ ബി എന്ന് ഡിനോട്ട് ചെയ്യും. അതായത് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ള ആളെ dq എന്നും ഡിഫറൻസ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഉള്ളവർ എനർജി ഡിഫറൻസിനെ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈ ഡിഫറൻസ് മൾട്ടിപ്ലിസിറ്റി നമുക്ക് dq, b ആൻഡ് c ഇങ്ങനെ 3 ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. It is observed experimentally that magnitude of this integrated representation parameter b and c always decreases on the complexation of metal ion. ഒരു മെറ്റൽ അയോൺ കോംപ്ലക്സിറ്റി നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ബി ആൻഡ് സി എന്ന് പറയുന്ന ഇന്റർ ഇലക്ട്രോണിക് റിപ്രസെന്റേഷൻ പാരാമീറ്ററെ എപ്പോഴും ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നത്? ഇത് ഡിക്രീസ് ചെയ്യാൻ കാരണം എന്താണ്? ഈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് കോംപ്ലക്സേഷന്റെ സമയത്ത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ എപ്പോഴും കുറവായിരിക്കും. ഇലക്ട്രോണിക്സ് തമ്മിലുള്ള ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കുറവായത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബി ആൻഡ് സിയും കുറയുന്നത്. കോംപ്ലക്സേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ മെറ്റൽ അയോണിന്റെ ഡി ഇലക്ട്രോണിക്സും റിപ്പൾഷൻ ഉണ്ടാകുന്ന കാരണം എന്ത് സംഭവിക്കും? ആ റിപ്പൾഷൻ കുറവാകുന്നത് കാരണമാണ് ബി ആൻഡ് സി എന്ന് പറയുന്ന ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ പാരാമീറ്റർ കുറയുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനിലാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസ് ആർ ആണ്. അപ്പൊ റീജിയൻസ് ഓഫ് മാക്സിമം ചാർജ് ഡെൻസിറ്റി ഓഫ് ദി ഓർബിറ്റൽസ് which are occupied by the electrons, and this repulsion would decreases only if the distance r increases. അപ്പൊ എന്ത് സംഭവിക്കും? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ റിപ്പൾഷൻ കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ ഡിസ്റ്റൻസ് ആർ ഇൻക്രീസ് ചെയ്യണം. ആർ റിപ്പൾഷൻ തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ റിപ്പൾഷൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറ് കൂടണം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലോബ്സ് ഓഫ് ദ ഡി ഓർബിറ്റൽസ്, അതിന്റെ ആ ഡിസ്റ്റൻസ് പറയുന്നത് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഈ നെഫ്ലോസോൾ ഇഫക്റ്റ് എന്താണ്? എക്സ്റ്റൻഷൻ ഓഫ് ദ ലോബ്സ് ഓഫ് ദ ഡി ഓർബിറ്റൽസ് വിച്ച് മീൻസ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ഡി ഇലക്ട്രോൺ ചാർജ് ക്ലൗഡ്. അപ്പൊ ഈ ഡി ഇലക്ട്രോൺ ചാർജ് ക്ലൗഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഇവിടെ ലോബ് എന്ത് ചെയ്യും? ഇങ്ങനെ എക്സ്റ്റൻഷൻ നടക്കുകയാണ് ഈ ഫിഗർ കാണിച്ചത്. ഡി ഓർബിറ്റൽസിലെ ലോബിന്റെ എക്സ്റ്റൻഷൻ നടക്കും. അത് നമ്മൾ എന്ത് പറയുന്നത്? നെഫ്ലോക്സോട്ടിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നെഫ്ലോക്സോട്ടിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന് ക്ലൗഡ് എക്സ്പാൻഡിങ് എന്ന് പറയും. അപ്പൊ ഡീറ്റെയിൽ ഒന്നും വേണ്ട. ഇത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ നെഫ്ലോക്സോട്ടിക് എഫക്റ്റിനെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ലോബ്സ് ഓഫ് ഡി ഓർബിറ്റൽസ് വിച്ച് മീൻസ് ദ എക്സ്പാൻഷൻ ഓഫ് ദ ഡി ഇലക്ട്രോൺസ് ചാർജ് ക്ലൗഡ്. ഇങ്ങനെ റിപ്പൾഷൻ പാരാമീറ്റേഴ്സ് കുറക്കാൻ വേണ്ടി എന്ത് സംഭവിക്കുന്നത്? എക്സ്റ്റൻഷൻ ഓഫ് ലോബ് ആർ ഇൻക്രീസ് ചെയ്യണം അല്ലെ? അപ്പൊ ആർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് സംഭവിക്കും? ലോബിന്റെ എക്സ്റ്റൻഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എക്സ്റ്റൻഷൻ ഓഫ് ലോബ് ഓഫ് ഡി ഓർബിറ്റൽസ് അത് നമ്മൾ എന്താ പറയുന്നത്? നെഫ്ലോക്സോട്ടിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, nuclear quadrupole resonance studies encode data, nuclear quadrupole resonance data on complexes containing halide ions as the ligands clearly show that metal halogen bond is partly ionic and partly covalent. അപ്പൊ ഈ ന്യൂക്ലിയർ ക്വാഡ്രപ്പോൾ റെസൊണൻസ് സ്റ്റഡീസും എന്ത് കാണിച്ചിട്ടുണ്ട്? ഇവർ കോവാലന്റ് നാച്ചർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻക്യോ ഡാറ്റ എന്ന് വെച്ചാൽ കോംപ്ലക്സ് കണ്ടെയ്നിങ് ഹാലൈഡ് അയോൺസ് ഉള്ള കേസിലെല്ലാം ലിഗാൻസിന് എന്തുണ്ട്? മെറ്റൽ ഹാലജൻ ബോണ്ട് പാർട്ട്ലി അയോണിക് ആണ്, അതുപോലെ തന്നെ പാർട്ട്ലി കോവാലന്റ് ക്യാരക്ടറും കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് ആ സ്റ്റഡീസ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. But the ligand field theory assumes however the extent of the covalent character in metal ligand bond is generally low as compared to the extent of ionic character of the compound. As a result, the conclusion is arrived at by the crystal field theories are still valid to large extent. ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വാലിഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഈ ലിഗാൻഡ് ഫീൽഡ് തിയറിയിൽ കോവാലന്റ് ക്യാരക്ടർ ഒരു ലോ എക്സ്റ്റെന്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ലിഗാൻഡ് ഫീൽഡ് തിയറി പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞത്. അപ്പൊ അതല്ല എന്നാണ് നമ്മള് ലിഗാൻഡ് ഫീൽഡ് തിയറി പറയുന്നത് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു പറയുന്നത്. അപ്പൊ കോവാലന്റിന്റെ എവിഡൻസ് ആണ് ലാൻഡർ സ്പ്ലിറ്റിംഗ് ഫാക്ടർ ജിയും ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്ര
പിന്നെ NMR സ്പെക്ട്ര, അതുപോലെ നെഫ്ലോസോട്ടിക് എഫക്ടർ, ഇന്റർഇലക്ട്രോണിക് റെപ്പൽഷൻ പാരാമീറ്റേഴ്സ്, ഇതൊക്കെ പറയുന്നത്. പിന്നെ NQR സ്റ്റഡീസും. അപ്പൊ ഇതെല്ലാം നമ്മളെ ലിഗാൻഡ് ഫീൽഡ് തിയറി. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് അയോൺ. കോംപ്ലക്സ് അയോണിന്റെ സ്റ്റെബിലിറ്റി നോക്കാം. അപ്പൊ മോസ്റ്റ് ഓഫ് ദ കോംപ്ലക്സ് അയോൺസ് പറയുന്നത് വിച്ച് ഈസ് ക്വൈറ്റ് സ്റ്റേബിൾ ആയിരിക്കും. However, they do dissociate in the aqueous solution to a slight extent to establish the equilibrium with the central metal ion. അപ്പൊ അവര് aqueous സൊല്യൂഷനിൽ ചെറിയ എക്സ്റ്റെന്റിൽ ഡിസോസിയേറ്റ് ചെയ്യും, പക്ഷെ എന്നാലും കോംപ്ലക്സ് അയോൺ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ aqueous സൊല്യൂഷനിൽ സിൽവർ അമോണിയം കോംപ്ലക്സ് അയോണെ എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവർ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാന്ന് പറയുന്നത് സെൻട്രൽ മെറ്റൽ അയോണും ലിഗാൻഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകും. അതായത് AgNH3 ട്വൈസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് Ag+ഉം 2NH3 ആകും. അപ്പൊ ഇവിടുത്തെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് K ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് K എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോംപ്ലക്സ് Ag+ പിന്നെ NH3 സ്ക്വയർ ഡിവൈഡ് ബൈ AgNH3 ട്വൈസ് പ്ലസ്. ഇതിന്റെ K വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 6 × 10⁻⁻8 ആണ്. അപ്പം ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ദി കോംപ്ലക്സ് ആണെന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ ആണ്. 6 × 10⁻⁸ അത്രയും കുറവ്, 10⁻⁸ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? കോംപ്ലക്സ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അത് ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവർ ഡിസോസിയേറ്റ് ചെയ്തത് കുറയുന്നത്. സ്ലൈറ്റ് എക്സ്റ്റെന്റ് ഡിസോസിയേറ്റ് ചെയ്യും, പക്ഷെ അത് പറയുന്നത് വളരെ ചെറിയ വാല്യൂ, ഓൺലി 6 × 10⁻⁸ പോലത്തെ നെഗറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പൊ the above equilibrium constant is called dissociation constant. ഇതിനെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K ഡിസോസിയേഷൻ. അപ്പം അതിന്റെ റെസിപ്രോക്കൽ നമുക്ക് എന്ത് പറയാം? സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ എവിടെയല്ലേ the smaller the value of dissociation constant the greater will the stability of the complex. അതായത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ റെസിപ്രോക്കൽ നമുക്ക് എന്ത് പറയാം? സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാം. അതായത് K ഡാഷ് ആണ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് എങ്കിൽ K ഡാഷ് ഇസ് ഈക്വൽ ടു 1/K. അപ്പൊ K എന്ന് പറഞ്ഞത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ എന്ത് സംഭവിക്കും? 1/6 × 10⁻⁸. അപ്പൊ ഒരു വലിയ വാല്യൂ ആയി. 1.6 × 10⁻⁷ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാല്യൂ ആയല്ലോ. അങ്ങനെ അതിന് റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് ആണ്. ഈ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? നാച്ചുറലി അവർ കോംപ്ലക്സ് ആണ് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഒന്നെങ്കിൽ ഡിസോസിയേഷൻ വാല്യൂ കുറവായിരിക്കണം, K ഡിസോസിയേഷൻ കുറവായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് വാല്യൂ കൂടുതലായിരിക്കണം. The stability constant of the complex ion AgNH3 twice plus is the equilibrium constant of the reverse reaction. റിവേഴ്സ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ K is equal to 1/K dissociation which is equal to AgNH3 2++ give divided by Ag plus NH3 square. The stability constant of K is equal to 1.67 × 10⁻⁷. കാരണം 1/1.6 × 10⁻⁸ അതിന്റെ റെസിപ്രോക്കൽ ചെയ്തു. ഒന്നുമില്ല, ഇവിടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് കാണാം. ഡിസോസിയേഷന്റെ കോൺസ്റ്റന്റ് വാല്യൂ കുറവെന്ന് വെച്ചാൽ ആ കോംപ്ലക്സിനെ ഡിസോസിയേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പൊ അത് കാരണം സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് കൂടുതലാണ്. കാരണം സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, അതായത് K is equal to 1/K ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. അപ്പൊ താഴെ K ഡിസോസിയേഷൻ കുറവാകുന്ന സംഭവിക്കും, സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതാണ് പറഞ്ഞത്. ഇനി ഈ കോംപ്ലക്സ് സ്റ്റെബിലിറ്റിന് എന്തെല്ലാം ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം നോക്കാം. എന്തെല്ലാണെന്ന് വെച്ചാല് ഒന്ന് നാച്ചർ ഓഫ് സെൻട്രൽ മെറ്റൽ അയോൺ, പിന്നെ നാച്ചർ ഓഫ് ദ ലിഗാൻഡ്, പിന്നെ റെച്ചിലൈറ്റ് എഫക്ട്. നാച്ചർ ഓഫ് സെൻട്രൽ അയോൺ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ അയോണിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുമല്ലോ, നമ്മൾ മെറ്റൽ ആറ്റം ആയിരിക്കും അധികം സെൻട്രൽ അയോൺ ഉണ്ടാവുക. അപ്പൊ അതിന്റെ പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ചാർജ് ബൈ Z റേഷ്യോ ഉണ്ട്. പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും. അതായത് ചാർജ് ബൈ Z റേഷ്യോ എന്ന് പറയുന്ന സംഭവം, അതാണ് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് അയോണിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പൊ സെൻട്രൽ അയോൺ എന്തുണ്ടാവും? ഹൈ ചാർജ് ആണെങ്കിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കും. കാരണം ചാർജ് ബൈ Z റേഷ്യോ, ചാർജ് ആണ് മേലെ വരുന്നത്. നിങ്ങൾ അതിന് സൈസ് കുറവായിരിക്കണം. സൈസ് കുറവ് അല്ലെങ്കിൽ ചാർജ് കൂടുതലോ ആണെങ്കിൽ എന്തായിരിക്കും? അവരുടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും.
in other words, greater the charge and smaller the size of the ion. അതായത് ചാർജ് ബൈ സൈസ് റേഷ്യോ എന്നായിരിക്കണം. ചാർജ് കൂടുതലായിരിക്കണം, അതിന്റെ സൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കണം. That is, the larger the charge by radius ratio of the ion, greater is the stability of the complex. Charge by radius ratio കൂടുതലാണെങ്കിൽ ആ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ FO3+ ആയിരിക്കും എന്ത് ഹൈ ചാർജ് then compared to that of the Fe2+. അത് കാരണം Fe3+ന്റെ കോംപ്ലക്സ് ആയിരിക്കും മോർ സ്റ്റേബിൾ കമ്പയർ ദാറ്റ് ഓഫ് ദ Fe2+. ഇപ്പൊ FeCN6 3- എടുത്താലും FeCN6 4- എടുത്താൽ നമുക്ക് എന്ത് കാണാം? FeCN6 3- കൂടുതൽ സ്റ്റേബിൾ. കാരണം അവരുടെ ചാർജ് എത്രയാ? Fe3+ ആണ് ഇവിടെ വരുന്നത്. FeCN6 4- എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് Fe2+ ആണ്. ഇവിടെ വരുന്നത് 3+ ചാർജ് ആണ്. അപ്പൊ ചാർജ് ഇവിടെ 3+ കൂടുതൽ, അതുകൊണ്ട് അവരുടെ സ്റ്റെബിലിറ്റി ആണ് കൂടുതൽ. അവരുടെ സ്റ്റെബിലിറ്റി ഏകദേശം 10⁻31 വരുന്നുണ്ട്. മറ്റാണെങ്കിൽ 10⁻6. അത്രയും ഡിഫറൻസ് ഉണ്ട്. അതുപോലെ സിമിലർലി സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ഓഫ് CN6 3- എടുക്കുകയാണെങ്കിൽ CO3+ ആയിരിക്കും. CO3+ന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് 10⁻64 ആണ്. അത് CO2+ന്റെ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഇരട്ടിയാണ്. പിന്നെ the order of stability of the complex of some ions carrying same charge. ഇപ്പൊ അയോണിക് റേഡി ഡിഫറെന്റ് ഉണ്ട്, പിന്നെ സെയിം ചാർജ് ഉണ്ട്. അങ്ങനത്തെ കേസിലുള്ള ആൾക്കാരെ നോക്കാം. കാരണം സൈസ് ഇൻക്രീസ് ചെയ്യും. Cu2+ Mn2+ മൂവ് ചെയ്യുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കും? സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംഭവിക്കും സെയിം ചാർജ് ആണ്. Cu2+, Na2+, CO2+, Fe2+, Mn2+ എല്ലാം സെയിം ചാർജ് ആണ്. പക്ഷെ അതിന്റെ റേഡിയസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് Cu2+ ആണ് കൂടുതൽ സ്റ്റേബിൾ, കാരണം അതിന്റെ അയോണിക് റേഡിയാണ് കുറവ്. അയോണിക് റേഡിയസും സ്റ്റെബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, കാരണം ചാർജ് ബൈ റേഡിയസ് റേഷ്യോ എന്നാണ് പറഞ്ഞത്. ചാർജ് ബൈ റേഡിയസ് റേഷ്യോ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെയുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ സെൻട്രൽ അയോൺ അത് സ്റ്റെബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രേറ്റർ ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ സെൻട്രൽ അയോൺ, ഗ്രേറ്റർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കോംപ്ലക്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ അതിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? This is because bonding between the central ion and ligand is due to the donation of electron pairs by the ligands. അപ്പൊ എങ്ങനെയാണ് ബോണ്ട് നടക്കുന്നത്? ബോണ്ട് സെൻട്രൽ ആൻഡ് ലിഗാൻഡ് തമ്മിൽ ബോണ്ട് എങ്ങനെ നടക്കുന്നത്? ഇലക്ട്രോൺ പെയർസിന്റെ ലിഗാൻഡ് ഇലക്ട്രോൺ പെയർസിന്റെ ഡൊണേഷൻ കാരണമാണ് നടക്കുന്നത്, ബോണ്ടിങ് നടക്കുന്നത്. അപ്പൊ സ്ട്രോങ്ലി ഇലക്ട്രോൺ അട്രാക്ടിങ് സെൻട്രൽ ആൻഡ് ഗിവ് സ്റ്റേബിൾ കോംപ്ലക്സ്. അപ്പൊ ഏതൊരു ആരാണ് ഇലക്ട്രോണിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത്? ഏത് സെൻട്രൽ അയോൺ ആണോ ഇലക്ട്രോൺസിനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത്, അവർക്ക് സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യും. അതായത് ഗ്രേറ്റർ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഗ്രേറ്റർ ദ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി, ചാർജ് ബൈ Z റേഷ്യോ, the greater the electronegativity of the central ion, the greater the stability of the complex. സ്റ്റെബിലിറ്റി ഓഫ് ദ കോംപ്ലക്സ് എങ്ങനെയായിരിക്കും കൂടുതലുണ്ടാകുക? ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം, അതുപോലത്തെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടുതലായിരിക്കണം. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നാച്ചർ ഓഫ് ദ ലിഗാൻഡ്. In general, more basic ligand is greater ease in which can donate the lone pairs of electrons. Therefore, the greater stability of the complex formed. അപ്പോൾ ഏത് ലിഗാൻഡ് ആണ് മോർ ബേസിക് ആയിട്ടുള്ളത്? ഇപ്പൊ മോർ ബേസിക് ആയിട്ടുള്ള ലിഗാൻഡ്സ് ഉണ്ടാവുമല്ലോ. മോർ ബേസിക് ലിഗാൻഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺസിനെ മോർ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ലോൺ പേഴ്സ് ഡൊണേറ്റ്, അത് കാരണം അത് എന്ത് ചെയ്യും? മോർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ Cn- F- NH3 മോളിക്യൂൾസ് എല്ലാം സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ലോൺ പേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവര് ഗുഡ് ലിഗാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേബിൾ കോംപ്ലക്സസ് ഫോം ചെയ്യും. അപ്പൊ ആനോണിക് ലിഗാൻഡ്സ് ഹയർ ദ ചാർജ് ആൻഡ് സ്മോളർ ദ ചേസ് ആർ മോർ സ്റ്റേബിൾ. ചാർജ് കൂടുതലായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കണം. അപ്പൊ F- അയോൺ ആയിരിക്കും ക്ലോറിൻ മൈനസിനേക്കാളും മോർ സ്റ്റേബിൾ. എന്തുകൊണ്ടാ? F- സൈസ് കുറവാണ്. നെക്സ്റ്റ് ന്യൂക്ലിയോഫിലിസിറ്റിയും അതുപോലെ തന്നെ ഒന്നുണ്ട്. അതായത് പൈ എക്സ്പെക്റ്റിംഗ് കപ്പാസിറ്റി, ന്യൂക്ലിയോഫിലിസിറ്റി അല്ലെങ്കിൽ സിഗ്മ ഇലക്ട്രോൺ പെർഡോണറ്റിക് കപ്പാസിറ്റി എന്ന് പറയാം. ഇപ്പൊ ന്യൂക്ലിയോഫിലിസിറ്റി കാരണം സംഭവിക്കുന്ന ഇപ്പോൾ മൊമെന്റ് ആൻഡ് പോളറിസിറ്റി ഓഫ് നെഗറ്റീവ് ചാർജ് ന്യൂട്രൽ ലിഗാൻഡ്സ് ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ്. അപ്പൊ ഇതൊക്കെ സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചിലൈറ്റ് എഫക്റ്റ്. എത്ര ഡെമോയിൽ പോലത്തെ കാണുന്ന സൈക്ലിക് എഫക്റ്റ് ആണ് ചിലൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്ലേഷൻ ഫോം ചെയ്യാൻ പറ്റുന്ന ലിഗാൻഡിനെ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആക്കുന്ന ഒരു സംഭവമാണ് ചിലൈറ്റ് എഫക്റ്റ്. ഇപ്പൊ കോംപ്ലക്സസ് കണ്ടെയ്നിങ് ചിലൈറ്റ് റിങ്സ് ആർക്കാണുള്ളത് അവർക്ക് എന്ത് സംഭവിക്കാൻ പറ്റും?
അവർക്ക് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലൈറ്റ് എഫക്റ്റ്, നാച്ചർ ഓഫ് ലിഗാൻഡ്, പിന്നെ ഉള്ളത് നാച്ചർ ഓഫ് സെൻട്രൽ അയോൺ. നെക്സ്റ്റ് ഉള്ളത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതുകൂടി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്നത് the prime concept of this theory is that d orbitals of the metal ion overlap with the orbitals of the ligand to produce molecular orbital. അപ്പൊ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത് മെറ്റൽ അയോണിന്റെ ഡി ഓർബിറ്റൽസ് എന്ത് ചെയ്യും, ലിഗാൻഡ് ഓർബിറ്റൽസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതായത് അവരുടെ അറ്റോമിക് ഡി ഓർബിറ്റൽസ് മെറ്റൽ അയോണിന്റെ ലിഗാൻഡിന്റെ ഓർബിറ്റൽസ് ആയിട്ട് എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. അപ്പൊ ഈ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ആയി നമുക്ക് എന്ത് കിട്ടും, പുതിയ മോളിക്കുലർ ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പൊ ഓവർലാപ്പിംഗ് എല്ലാവർക്കും ഒന്നും പെർമിറ്റ് അല്ല. അവർ സിമെട്രി, അവർ ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഓവർലാപ്പിംഗ് നടക്കൂ. സിമെട്രിക്കലി ഫേവറബിൾ ഓർബിറ്റൽസ് ഓൺലി ക്യാൻ ഓവർലാപ്പ്. ഇപ്പൊ ഏതെല്ലാം ഓർബിറ്റൽസ് ആണ് സിമെട്രിക്കലി ഫേവറബിൾ അവർ ഓവർലാപ്പ് ചെയ്യും. ദി എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽസ്. അപ്പൊ എത്രത്തോളം എക്സ്റ്റെന്റ് ആണ് അവർ ഓവർലാപ്പ് ചെയ്യുന്നത് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, അത് സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് നോക്കിയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. അപ്പം ഓർബിറ്റൽസ് ഓഫ് എം പ്ലസ് എന്തെല്ലാം നോക്കാം. ഒരു എം പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു അയോണിന്റെ ഓർബിറ്റൽസ് എന്തെല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് എസ് ഓർബിറ്റൽസ് നമ്മൾ ഗ്രൂപ്പ് തിയറി വെച്ചിട്ട്, ഗ്രൂപ്പ് തിയറി നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെച്ചാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എസ് ഓർബിറ്റൽസിന് A1G എന്ന് കൊടുക്കും. പി ഓർബിറ്റൽസിന് PX/PY PZ T1U എന്ന് കൊടുക്കും. പിന്നെ ഡി ഓർബിറ്റൽസിന് DZ², DX² - Y² EG എന്ന് കൊടുക്കും. പിന്നെ ബാക്കി റെസ്റ്റ് 3 എന്തെല്ലാം ഡി ഓർബിറ്റൽസ് എന്തെല്ലാം DXZ, DYZ ആൻഡ് DXY ഓർബിറ്റൽസിന് നമ്മൾ T2G എന്ന് കൊടുക്കും. ഇനി ഇവർക്ക് പൈ ബോണ്ടിങ്ങോ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇവർ നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കും. ഇനി ഗ്രൂപ്പ് തിയറിക്കുള്ള കുറച്ച് കാര്യം നമ്മൾ റിമെമ്പർ ചെയ്യണം. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് സിംഗിൾ ഡിജനറേറ്റ് ലെവൽ ആയിരിക്കും, ഇ എന്ന് പറയുന്നത് ഡബിൾ ഡിജനറേറ്റ് ലെവൽ, ടി എന്ന് പറയുന്നത് ട്രിപ്ലി ജനറേറ്റഡ് ലെവൽ. പിന്നെ ജി ആൻഡ് യു എന്താണ്, ജി എന്ന് പറയുന്നത് സെൻട്രോ സിമെട്രിക് ആയിരിക്കും, അതിന് ജെറൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈവൺ. ഇനി യു എന്ന് പറയുന്നത് ആന്റി സിമെട്രിക് ആയിരിക്കും, അതിന് അൺജെറൈഡ് അല്ലെങ്കിൽ അൺഈവൺ എന്ന് പറയും, ആണ് യു കൊടുത്തത്. സബ്സ്ക്രിപ്റ്റ് 1 മീൻസ് വേവ് ഫംഗ്ഷൻ ഡോണ്ട് ചേഞ്ച് സൈൻ ഓൺ റൊട്ടേഷൻ. അതായത് റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് വേവ് ഫംഗ്ഷന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല, അതിനെന്ത് സബ്സ്ക്രിപ്റ്റ് 1 എന്ന് കൊടുക്കുന്നത്. സബ്സ്ക്രിപ്റ്റ് 2 എന്ന് കൊടുക്കുന്നത് അതിന്റെ റൊട്ടേഷന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എസിന് A1G എന്ന് വന്നത്. പിന്നെ T1U എന്ന് പറയുമ്പോൾ അത് ട്രിപ്പിൾ ഡിജനറേറ്റ് ആണ് അല്ലെ, പി ഓർബിറ്റൽസ്. അങ്ങനെ നോക്കാം. പിന്നെ നെക്സ്റ്റ് മോളിക്കുലർ ഓർബിറ്റൽസ് ഓഫ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ്. സിഗ്മ ഓൺലി കേസ് ഫസ്റ്റ് നോക്കാം. അപ്പം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലാണെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് ഇൻവോൾവ്സ് ദ സെയിം ജനറൽ അപ്രോച്ചസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ദ സിമ്പിൾ മോളിക്യൂൾസ് ഓർ അയോൺസ്. സിമ്പിൾ മോളിക്യൂൾസിന്റെ അയോൺസിനൊക്കെ ഉപയോഗിക്കുന്ന സെയിം കേസ് ആണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലുള്ള മോളിക്കുലർ ഓർബിറ്റൽസിലേക്ക് വരുന്നത്. അതായത് നമ്മൾ CO3+ കൺസിഡർ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെല്ലാം ഉണ്ട്, വാലൻസ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് അതിന്റെ 3D 4s 4p, ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലുള്ള വാലൻസ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ 9 ഓർബിറ്റൽസ് ഉണ്ട്, കാരണം 5Dയും പിന്നെ 3p 8 ഉണ്ടായി, പിന്നെ ഒരു S, അങ്ങനെ 9 വാലൻസ് ഓർബിറ്റൽസ് ഉണ്ട്. അവർക്ക് സിഗ്മ ബോണ്ടിങ്ങിന് ഈ 9 വാലൻസ് ഓർബിറ്റലിൽ 6 മാത്രമേ സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റൂ. ഇവിടെ 6 മാത്രം സിഗ്മ ഫോം ചെയ്യും. ആരാന്ന് വെച്ചാൽ A1G, T1U, EG. പിന്നെ ബാക്കി 3 ആൾക്കാർ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. ആൻഡ് 3 ആർ നോൺ ബോണ്ടിങ്. അപ്പൊ ബാക്കിയുള്ള 9 എണ്ണത്തിൽ 6 എണ്ണം സിഗ്മ ബോണ്ട് ഫോം ചെയ്യും, ബാക്കി 3 ആൾക്കാർ T2G നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കും. അപ്പൊ by the linear combination of this ligand orbitals we are able to generate 6 orbitals of similar symmetry. അപ്പം 6 ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ 6 ലിഗാൻഡ് ഓർബിറ്റൽസിൽ എന്ത് ചെയ്യാൻ പറ്റും, 6 സിമിലർ സിമെട്രിയുള്ള ഓർബിറ്റൽസ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ്. The LGOs must match the symmetries of the metal orbitals having for bonding. അപ്പൊ ഈ ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് എന്തുണ്ടാകണം, അവരുടെ സിമെട്രി എന്ന് പറയുന്നത് മെറ്റൽ ഓർബിറ്റലിന്റെ സിമെട്രി ആയിട്ട് ബോണ്ടിങ്ങിന് മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് സിമെട്രീസ് അവിടെ കൊടുത്തത്. ഇവിടെ A1Gന്റെ സിമെട്രി കൊടുത്ത്, EGന്റെ സിമെട്രി എങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ T1U അതിൽ PY PX PZന്റെ സിമെട്രി ഒക്കെയാണ് ഇവിടെ കൊടുത്തത്.
ഈജിലാണെങ്കിൽ dx സ്ക്വയർ dz സ്ക്വയർ dx സ്ക്വയർ മൈനസ് y സ്ക്വയറിന്റെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡയഗ്രാം നോക്കാം. അപ്പൊ ഇവിടെ സ്പ്ലിറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 3D എന്ത് ചെയ്യും, 3Dയിലുള്ള ഇജിയും T2Gയും ലിഗാൻഡ് ഓർബിറ്റേറ്റ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇജി എന്ത് ചെയ്യുന്നുണ്ട്, ഇജി സ്റ്റാർ ഇങ്ങനെ രണ്ടെണ്ണം ഫോം ചെയ്തു. അതുപോലെ ഇവിടെ ഒരു T2G എന്ത് സംഭവിക്കും, T2G ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അത് നോൺ ബോണ്ടിങ് ആയിട്ട് റിമൈൻ ചെയ്തു. പിന്നെ നമ്മുടെ ഫോറസ്റ്റിലുള്ള A1G അതെന്ത് ചെയ്യും, നമ്മൾ ലിഗാൻഡ് ഓർബിറ്റേറ്റ് കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, A1Gയും അതുപോലെ തന്നെ അതിന്റെ ആന്റി ബോണ്ടിങ് ആയിട്ടുള്ള A1G സ്റ്റാറും ഫോം ചെയ്തു. പിന്നെ 4Pയിലുള്ള T1U എന്ന് പറഞ്ഞ ഓർബിറ്റൽ എന്ത് ചെയ്യും, മോൾക്ക് ഓർബിറ്റൽ ഫോം ചെയ്യും. T1U സ്റ്റാറും അതുപോലെ ബോണ്ടിങ് ആയിട്ടുള്ള T1U ഫോം ചെയ്യും. ചുരുക്കി പറയുകയാണെങ്കിൽ 3Dയിലുള്ള ഇജി കമ്പൈൻ ചെയ്ത് ഇജിയും ഇജി സ്റ്റാറും ഉണ്ടാകും. T2G മാത്രം ഒരു ബോണ്ടിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അത് നോൺ ബോണ്ടിങ് ആയി നിൽക്കും. പിന്നെ ഫോറസ്റ്റ് ആണെങ്കിൽ ഫോറസ്റ്റ് A1G സ്റ്റാറും അതുപോലെ A1G എന്ന് പറഞ്ഞ ബോണ്ടിങ് ഫോം ചെയ്യും. പിന്നെ 4P ആണെങ്കിൽ T1U ബോണ്ടിങ്ങും T1U സ്റ്റാർ ആന്റി ബോണ്ടിങ്ങും ഫോം ചെയ്യും. ഇവിടെ ഈ ക്രിസ്റ്റൽ പെയർ ബിറ്റ്വീൻ ഡിഫറൻസ് ഡെൽറ്റ ഒക്ടാഡർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ T2G ആൻഡ് ഇജി സ്റ്റാർ, ഈ നോൺ ബോണ്ടിങ്ങും ഇജി സ്റ്റാറും തമ്മിലുള്ള ഈ ഡിഫറൻസ് ആണ് എന്ത് ഇവിടുത്തെ ഡെൽറ്റ ഒക്ടാഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഡയഗ്രാം അതുപോലെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ CnH3 6 times 3+ എടുക്കുകയാണെങ്കിൽ CO3+ന് എന്തെല്ലാം ഉണ്ട്, അവർ മോളിക്കുലർ ഓർബിറ്റൽസ് 3dx സ്ക്വയർ മൈനസ് y സ്ക്വയറും 3dz സ്ക്വയർ, അതുപോലെ 4s 4px 4py ആൻഡ് 4pz. അതിൽ 2p atomic orbitals of NH3 ലോൺ പെയർ is also used to make molecular orbitals. അപ്പൊ അങ്ങനെ എത്ര ഉണ്ടാവും, അമോണിന്റെ ലോൺ പെയർ ഇലക്ട്രോൺസും മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന കാരണം ടോട്ടല് 12 ഓർബിറ്റൽസ് ഉണ്ടാകും. അപ്പൊ വെച്ച് കമ്പൈൻ ചെയ്തിട്ട് 12 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. എങ്ങനെയാ, 6 ബോണ്ടിങ്ങും 6 ആന്റി ബോണ്ടിങ്ങും. അങ്ങനെ 12 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, 6 ഫ്രം 6 ലിഗാൻഡ് ലോൺ പെയർസ് ആർ പ്ലേസ്ഡ് ഇൻ 6 ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പൊ 6 ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലേക്ക് 12 ഇലക്ട്രോൺസും പ്ലേസ് ചെയ്യും. പിന്നെ CO3+ has other d orbitals which are so far being ignored, and these are 3dxy and 3dxz and 3dyz orbitals, and these forms non-bonding molecular orbitals. അപ്പൊ 3dxyയും നമുക്കറിയാം 3dxzഉം 3dyz എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഡി ഓർബിറ്റൽസ് ഭയങ്കര ഫാർ ആയിട്ട് ഉണ്ടാവുക, അതുകൊണ്ട് നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യും. അപ്പൊ അത് ഇഗ്നോർ ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കും, നോൺ ബോണ്ടിങ് ഓർബിറ്റലായിട്ട് അവിടെ ഫോം ചെയ്യും. അപ്പൊ അവർക്ക് 6 ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യും, ബോണ്ടിങ്ങിലൊന്നും ഫോം ചെയ്യുന്നില്ല, നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ആന്റി ബോണ്ടിങ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എം ടി ആയിരിക്കും, അവിടെ ബോണ്ടിങ്ങിൽ 6 പെയർ ചെയ്തിട്ട് നിൽക്കും. ആൻഡ് വി വുഡ് പ്രെഡിക്റ്റ് ദാറ്റ് ദ കോംപ്ലക്സ് ഷുഡ് ബി ഡയാമാഗ്നറ്റിക്. നമുക്കറിയാം ഇവിടെ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക്, എന്തുകൊണ്ടാണ്, ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ്ങിൽ ഓൾറെഡി 6 ഇലക്ട്രോൺസ് പെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ദ കോംപ്ലക്സ് ഷുഡ് ബി കളേർഡ് സിൻസ് പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ നോൺ ബോണ്ടിങ് T2G MO. അതുകൊണ്ട് തന്നെ ഈ കോംപ്ലക്സ് കളേർഡ് ആയിരിക്കും, കാരണം ദർ ഈസ് എ ഇലക്ട്രോൺ ഫ്രം ബോണ്ടിങ് T2G ടു ആന്റി ബോണ്ടിങ് ഇജി സ്റ്റാറിലേക്ക് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിന്റെ എനർജി ജമ്പ് എക്സ്പെരിമെന്റിൽ കിട്ടിയത് 2000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് ടെട്രാഡർ കോംപ്ലക്സ്. അപ്പൊ ഇതാണ് ഒക്ടാഡ്രലിന്റെ, അവിടെ ഒന്ന് മാത്രമേ നോൺ ബോണ്ടിങ്ങിൽ നിൽക്കും, അത് ഓർമ്മിക്കാം. ഒരു ടെട്രാഡർ കോംപ്ലക്സ് നോക്കുകയാണെങ്കിൽ ML4 കോംപ്ലക്സിൽ S and P ഓർബിറ്റൽസ് ഉണ്ട്, അത് നമ്മൾ A1 and T2 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ 5 ഡി ഓർബിറ്റൽസിനെ 2 സെറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, E and T2. അപ്പം ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് 4 സെറ്റ് ഓഫ് ലിഗാൻഡ് ഓർബിറ്റൽസ് ഉണ്ട് ഇവിടെ. And they construct from the ligand lone pair orbitals and which construct to a set of a T2 and 1 orbitals of A1 symmetry. The T2 ligand group orbitals interact with both sets of metal T2. So T2 interact with metal interact to give 3 sets of sigma molecular orbitals. 3 sets of sigma molecular orbitals ഉണ്ടാക്കും. And one slightly anti-bonding and one clearly anti-bonding. ഒന്നത് ചെറിയ anti-bonding ആയിരിക്കും, മറ്റേന്ന് fully anti-bonding ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. 3Dയിൽ E+T2, 4S A1, 4Pയിൽ T2. അപ്പൊ 3Dയിലുള്ള
ഈ എന്ത് ചെയ്യും, ബോണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല, നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കും. T2 ആണെങ്കിൽ നമ്മളെ സിഗ്മ ആയിട്ട് ബോണ്ട് ചെയ്തിട്ട് ലിഗാൻഡ് ഗ്രൂപ്പ് പുറത്ത് ബോണ്ട് ചെയ്തിട്ട് T2 അതുപോലെ തന്നെ മേലെ T2 സ്റ്റാറും ഫോം ചെയ്യും. 4s A1 ഉം A1 സ്റ്റാറും ഫോം ചെയ്യും. 4p T2 സ്റ്റാറും ഫോം ചെയ്യും. ഇവിടുത്തെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? നോൺ ബോണ്ടിങ് ഇയും T2 സ്റ്റാറും തമ്മിലുള്ള ഈ ഡിഫറൻസ് ആണ് ഇവിടുത്തെ ഡെൽറ്റ ടി, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൈ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ തിയറി. അപ്പൊ സിഗ്മ ബോണ്ട് കൂടാതെ എന്ത് സംഭവിക്കും? ലിഗാൻഡ്സ് ആർ കാപ്പബിൾ ഓഫ് പൈ ബോണ്ടിങ് ഇന്ററാക്ഷൻസും ഫോം ചെയ്യാൻ പറ്റും. മെറ്റലില് സിഗ്മ ബോണ്ട് മാത്രമല്ല പൈ ബോണ്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാക്കാം. അപ്പൊ കൺസിഡർ പൈ ഇന്ററാക്ഷൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. The ligand group orbitals are capable of pi interaction in octahedral complexes fall into 4 symmetry categories. അപ്പൊ ഇങ്ങനെ പൈ ഇന്ററാക്ഷൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഉണ്ടാക്കുന്നവർ 4 കാറ്റഗറിയിലാണ് ഫോളോ ചെയ്യുന്നത്. എന്നല്ല T2G, T1U, T2U ആൻഡ് T1G. അപ്പൊ ഇതിൽ നിന്ന് T2G ആൻഡ് T1U എന്ന് പറയുന്നത് ഇത് മാത്രമേ പൈ ബോണ്ടിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി T1U അതുപോലെ T2U T1G പൈ ബോണ്ടിങ്ങിന് അവൈലബിൾ അല്ല. T2G and T1U is available for pi bonding, but the T1U set are directed towards the ligand and participate in strong bonds. ഈ T1U എന്ത് ചെയ്യും? ലിഗാൻഡിന്റെ ടുവാർഡ്സ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ സ്ട്രോങ് ആയിട്ടുള്ള പൈ ബോണ്ട് ഫോം ചെയ്യും. For formation of the pi bonds usually in these orbitals will weaken the sigma system and is not favored. അപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പൈ ബോണ്ട് ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ പൈ ബോണ്ട് കാരണം ഇവിടുത്തെ സിഗ്മ സിസ്റ്റത്തിന് തന്നെ വീക്കൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് കാരണം തന്നെ T1Uക്കും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. T2G ഓർബിറ്റൽസോ അവർ ഡയറക്റ്റ് ബിറ്റ്വീൻ ദ ആക്സിൽ ആണ് T2G ഓർബിറ്റൽസ് ഉള്ളത്. അപ്പൊ ദേ റാപ്പിഡ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പൈ ബോണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ പൈ ബോണ്ടിങ്ങിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ പങ്കെടുക്കാം. എന്നാൽ കമ്പൈൻ വിത്ത് ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ഓഫ് മാച്ചിങ് സിമെട്രി, അവർക്ക് പറ്റിയ ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽ അവർ മാച്ച് ചെയ്യും. അപ്പൊ T2U and T1G ligand orbitals will remain non-bonding because of non-match available. T2U T1Gക്കും ഒന്നും ഉണ്ടാവില്ല, അവർ നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കും. T1U ചെയ്യുമായിരുന്നു, പക്ഷെ അവർക്ക് സ്ട്രോങ് പൈ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ സിഗ്മ സിസ്റ്റത്തിനെ വീക്കൻ ചെയ്യുന്ന കാരണം അവർക്കും ഫേവർ ആവുന്നില്ല. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ പൈ ബോണ്ടിങ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെ ഫോം ചെയ്യുക? ഓൺലി T2G സിമെട്രി ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. താങ്ക് യു. അപ്പൊ നമ്മളോട് ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് വെർണസ് കോർഡിനേഷൻ തിയറി ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് നോക്കി. 4 പോസ്റ്റ്ലേറ്റ്സ് ആണ്. പ്രൈമറി വാലൻസിന്റെ സെക്കൻഡറി വാലൻസി എന്താന്ന് നോക്കി നോക്കാം. പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പർ, സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പർ, പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പിന്നെ എല്ലാ മെറ്റൽസും ഈ 2 വാലൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കും. അപ്പൊ ആ കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. ഈ ഫിഗേഴ്സിന്റെ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാം. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണെന്ന് നോക്കാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്നത് എന്താ? അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ലിഗാൻഡും സെൻട്രൽ മെറ്റലും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓറിയന്റേഷൻ എങ്ങനെ നോക്കാം. ആ ഓറിയന്റേഷൻ നോക്കിയാൽ മാത്രമേ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് മനസ്സിലാക്കാൻ പറ്റും. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒക്ടാഹെഡ്രോണിൽ 6 കോർണേഴ്സിൽ പോയിന്റ് ചാർജസ് ഉള്ളത് പോലെയാണുള്ളത്. നടുക്ക് സെൻട്രൽ മെറ്റൽ അയോണ്, ബാക്കി ചുറ്റും ലിഗാൻസ്. അവർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ലിഗാൻസ് വരുന്നത് എവിടെയാന്ന് വെച്ചാൽ അലോങ് ദ ആക്സിൽ വരാം. അപ്പൊ അലോങ് ദ ഡയറക്ഷൻ ഉള്ളവർക്ക് മോർ റിപ്പൽഷൻ ഉണ്ടാവും. അത് കാരണം അവർക്ക് മോർ എനർജി ആയിരിക്കും. അപ്പൊ അത് കാരണം എന്ന് പറയുന്ന ആൾക്കാർ മേലെയുണ്ടാകാം, T2 എന്ന് പറയുന്നത് താഴെയുണ്ടാകാം. കാരണം അലോങ് ദ ആക്സിസിലാണ് വരുന്നത്. ഇനി ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ ഒരു ക്യൂബിന്റെ ആൾട്ടർനേറ്റീവ് കോർണേഴ്സിൽ പോയിന്റ് ചാർജ് അറേഞ്ച് പോലെയാണ് കാണിക്കുന്നത് ലിഗാൻഡിന്. അപ്പൊ ഇവിടെ സ്പ്ലിറ്റിംഗ് റിവേഴ്സ് ഓർഡറിലാണ് ഉണ്ടാകാം. കാരണം ഇവിടെ അലോങ് ദ ആക്സിലാണ്, ബിറ്റ്വീൻ ദ ആക്സിലാണ് ലിഗാൻഡ്സിന്റെ അപ്രോച്ച്. അപ്പൊ ബിറ്റ്വീൻ ദ ആക്സിലുള്ളവരിലെ എനർജി എന്ന് പറയുന്നത് റിപ്പൽഷൻ കൂടും, എനർജി കൂടും. അത് കാരണം T2 കൂടുതലായിരിക്കും, എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ ടെട്രഗൺ എന്ന് പറയുമ്പോൾ Z ആക്സിസിലുള്ള ആൾക്കാരെ വലിച്ചു നീട്ടുന്നതാണ് ടെട്രഗൺ സ്ട്രക്ചർ. സ്ക്വയർ പ്ലാൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് Z ആക്സിസിനെ അങ്ങ് ഒഴിവാക്കാം. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഒക്ടാഹെഡ്രലില് ടെട്രഗൺ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ
ഒക്ടാഹെഡ്രലിനേക്കാളും കുറച്ചും കൂടി DXZ ഡിവൈസിന്റെ എനർജി കുറയും, DZ² എനർജിയും കുറയും. എന്നാൽ സ്ക്വയർ പ്ലെയർ വരുമ്പോൾ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ അങ്ങ് എനർജി കുറയും. DX² - Y² എനർജി നന്നായിട്ട് കൂടും, DZ² നന്നായിട്ട് കുറയും. ഇനി മോഡിഫൈഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ലിഗാൻഡ് ഫീൽഡ് തിയറി. ഇവിടെ പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു, പക്ഷെ അതിനെ ലിഗാൻഡ് ഫീൽഡ് തിയറി എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിൽ എഗെയിൻസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് കോവാലന്റ് നാച്ചർ ആണ്. അപ്പൊ കോവാലന്റ് നാച്ചർ കാണിക്കാൻ വേണ്ടി അതിന്റെ എവിഡൻസ് കൊടുത്തില്ല, ലാൻഡർ സ്പ്ലിറ്റിംഗ് ഫാക്ടറും, പിന്നെ ESR സ്പെക്ട്ര, NMR സ്പെക്ട്ര, നെഫ്ലോസോട്ടിക് എഫക്റ്റ്, പിന്നെ QSR സ്പെക്ട്ര, NQR സ്റ്റഡീസ്, ഇതൊക്കെ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് അയോൺ. അത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഒക്കെ വെച്ചാൽ പറയുന്നത്. 1/, റെസിപ്രോക്കൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്. സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതലാണ്. പിന്നെ ഇതിന്റെ സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നാച്ചർ ഓഫ് സെൻട്രൽ അയോൺ എന്താണ്, പിന്നെ ഉള്ളത് നാച്ചർ ഓഫ് ലിഗാൻഡ്, പിന്നെ ചിലേറ്റ് എഫക്ട്. അപ്പോൾ സെൻട്രൽ അയോണിന്റെ ഇതിൽ വരികയാണെങ്കിൽ, നാച്ചർ ഓഫ് സെൻട്രൽ അയോൺ വരികയാണെങ്കിൽ എന്താണ്, ചാർജ് ബൈ Z റേഷ്യോ നോക്കിയിട്ടാണ്. ചാർജ് കൂടുതലാണ്, സൈസ് കുറവാകണം. അത് ഇലക്ട്രോനെഗറ്റിവിറ്റി സെൻട്രൽ അയോൺ കൂടുതലാണെങ്കിലും കൂടുതലായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവും കോംപ്ലക്സ് അയോണിന്. പിന്നെ ലിഗാൻഡ് നാച്ചർ, ലിഗാൻഡ് മോർ ബേസിക് ആണെങ്കിൽ കൂടുതൽ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അത് കാരണം greater സ്റ്റെബിലിറ്റി ഉണ്ടാവും. ചിലേറ്റ് എഫക്റ്റ് ഉള്ളവർക്കും മോർ സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയാം, ഗ്രൂപ്പ് തിയറിയിലെ കുറച്ച് സയൻസ് ഒക്കെ പഠിക്കുക. S ഓർബിറ്റൽസ് ആണെങ്കിൽ A1G, P ഓർബിറ്റൽസ് ആണെങ്കിൽ T1U. പിന്നെ D ആണെങ്കിൽ EG ഉണ്ടാവും, DZ² DX² - Y² EG ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. DXY DXZ DXY T2G ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലേക്ക് വരികയാണെങ്കിൽ സിഗ്മ ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. T2G നോൺ ബോണ്ടിങ് ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡെൽറ്റ ഒക്ടാഹെഡ്രൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? T2G EG സ്റ്റാർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ ഉള്ളത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ ഈ T2 സ്റ്റാർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ T എന്ന് പറയുന്നത്. ഈ നോ ബോണ്ടിങ് ആയിട്ട് നിൽക്കും. ബാക്കിയുള്ള ബോണ്ടിങ് ആൻഡ് നോൺ ബോണ്ടിങ് സെറ്റ്സ് ഓഫ് ഓർബിറ്റൽസ് നോക്കാം. പിന്നെ പൈ ബോണ്ടിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പൈ ബോണ്ടിങ്ങിൽ ഓൺലി T2G സിമെട്രിയുള്ള ആൾക്ക് മാത്രമേ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ പൈ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള T2യും T1G എല്ലാം എന്ത് സംഭവിക്കും? നോൺ ബോണ്ടിങ് ആയി നിൽക്കും. T2U T1G നോൺ ബോണ്ടിങ്, T2G പൈ ബോണ്ടിങ് ഫോം ചെയ്യും. T1Uനും പൈ ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ പൈ ബോണ്ടിങ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ സിഗ്മ ക്യാരക്ടർ വീക്കൻ ചെയ്യുന്ന കാരണം അതും ഫേവർ ചെയ്യില്ല. അപ്പോൾ പൈ ബോണ്ടിങ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഫേവർ ചെയ്യുന്നത് വെറും T2G സിമെട്രി മാത്രമാണെന്ന് ഓർമ്മിക്കുക. T2യും T1Gയും നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കും, T2G പൈ ബോണ്ടിങ് ഫോം ചെയ്യും. ഇത്രയാണ്. താങ്ക്സ്.